മഹാനായ ആസിം ഇബ്നു സുഫിയാൻ അസ്സഖഫി റളിയല്ലാഹു അൻഹു ദാത്തുസ് സലാസിൽ എന്ന് പറയുന്ന യുദ്ധത്തിന് ഹബീബിന്റെ കൂടെ പോയവരാണ്. ആ യാത്ര കഴിഞ്ഞു വന്നപ്പോൾ മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക് അവരൊക്കെ തിരിച്ചെത്തിയപ്പോൾ മുആവിയ തങ്ങളുടെ മുമ്പിലുണ്ട് അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു, ഉഖബത്ത് ഇബ്നു ആമിർ തങ്ങളും. യാ അബാ അയ്യൂബ്, ഹിജറ കഴിഞ്ഞ് വന്നപ്പോൾ സ്വഹാബിമാർ മദീനക്കാരായ അൻസ്വാരികൾ മുഴുവനും നബിയെ എൻ്റെ വീട്ടിൽ വരണം, എൻ്റെ വീട്ടിൽ താമസിക്കണം, ഭക്ഷണം ഞാൻ തരാമെന്ന് ഹബീബിനോട് സ്നേഹത്തോടെ അവരൊക്കെ റിക്വസ്റ്റ് ചെയ്തപ്പോൾ എൻ്റെ ഒട്ടകത്തെ വിട്ടേക്കണം, അത് ഒറ്റക്ക് നടന്നുപോയി എവിടെയാണ് ഇരിക്കുന്നത് അതിനെ നിയന്ത്രിക്കുന്നത് അല്ലാഹുവാണ്, ആ ഒട്ടകം മുട്ടുകുത്തുന്ന സ്ഥലത്ത് ഞാൻ താമസിക്കുമെന്ന് പറഞ്ഞപ്പോൾ ആ ഒട്ടകം മുട്ടുകുത്തിയത് ഈ സ്വഹാബി അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീടിന്റെ മുമ്പിലായിരുന്നു. മഹാനവറുകൾ മദീനക്കാരനാണ്, പക്ഷെ ഖബറുള്ളത് പിന്നെ ഇസ്തംബൂളിലാണ്, തുർക്കിയുടെ പ്രധാന നഗരിയായ ഇസ്തംബൂൾ. വലിയ മഖാമാണ് അവിടെ. വിവിധങ്ങളുടെ പരിശുദ്ധമായ താടിയിലെയും ശിരസിലെയും ഷഅർ മുബാറക് അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, കാണാൻ പറ്റും. അബൂ അയ്യൂബ് അൽ അൻസാരി തങ്ങളുടെ മഖാമിൽ ഇസ്തംബൂളിലാണ്. അല്ലാഹു നമുക്ക് സജ്ജനങ്ങളെ സിയാറത്ത് ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. യാ അബാ അയ്യൂബ് ഫാതനൽ ഗസ്വുൽ ആം, അബൂ അയ്യൂബ് തങ്ങളെ ഞങ്ങൾ ദാത്തുസ് സലാസിൽ എന്ന് പറയുന്ന ഒരു എക്സ്പെഡിഷന് പോയപ്പോൾ സൈനിക നടപടിയായിരുന്നു, അവിടെ യുദ്ധമുണ്ടായിരുന്നില്ല. ആ യാത്രയിൽ ഞങ്ങൾ പോയതിന്റെ പേരിൽ ഹബീബായ നബി തങ്ങളോടുകൂടെ ഒരുപാട് യുദ്ധങ്ങളിൽ സംബന്ധിക്കാനുള്ള അവസരങ്ങൾ ഞങ്ങൾക്ക് നഷ്ടമായിട്ടുണ്ട്. ഇത് പറയുമ്പോൾ ഇസ്ലാമിക ചരിത്രങ്ങളോ സംഭവങ്ങളോ പഠിച്ചിട്ടില്ലാത്തവർ തെറ്റിദ്ധരിക്കരുത്. ഹബീബായ നബി തങ്ങൾ സമാധാനത്തോടെ ജീവിക്കാൻ ചെന്ന ഇടമാണ് മദീന. സ്വന്തം നാട് 450 കിലോമീറ്റർ ബാക്കിൽ ഉപേക്ഷിച്ചിട്ട് പുതിയ ഒരു നാട്ടിൽ പോയി താമസിക്കുന്നത് ആ നാട്ടുകാര് സ്വൈരം കൊടുക്കാതെ വന്നപ്പോഴാ. എന്നിട്ട് ഹബീബ് താമസിക്കുന്ന മദീനയുടെ മുമ്പിലാണ് ഉഹദ് യുദ്ധം നടക്കുന്നത്. ഹബീബ് താമസിക്കുന്ന മദീനയുടെ പരിസരമാണ് ബദർ എന്ന് പറയുന്ന സ്ഥലം. ബദർ ഉഹദും മദീനക്കടുത്താണ്, ഖന്ദഖ് മദീന തന്നെ. അതുകൊണ്ട് പുണ്യനബി തങ്ങൾ ജീവിക്കുന്നിടത്തേക്ക് ശത്രുക്കൾ നബിയെ എന്നിട്ടും വിടില്ല എന്ന് പറഞ്ഞ് ഹബീബ് ജീവിക്കുന്നിടത്തേക്ക് സ്വൈരം കെടുത്താൻ വേണ്ടി വന്ന യുദ്ധങ്ങളാണ് ഹബീബിന്റെ കാലത്തുണ്ടായ യുദ്ധങ്ങൾ. മുസ്ലിമീങ്ങൾ തുടങ്ങി വെച്ചതല്ല. അങ്ങനെയാണെങ്കിൽ അത് ശത്രുക്കളുടെ അവരുടെ സ്ഥലങ്ങളിൽ പോയിട്ടാണ് നടക്കേണ്ടത്. യുദ്ധങ്ങളുടെ പേര് കേട്ടാൽ മനസ്സിലാവും. ബദർ, ഉഹദ്, ഖന്ദഖ് ഇതെല്ലാം മദീനയുടെ പരിസരങ്ങളാ. അതിന്റെ അർത്ഥം ശത്രുക്കൾ മദീനത്തേക്ക് യുദ്ധം ചെയ്യാൻ വന്നു എന്ന് തന്നെയല്ലേ. ആ പ്രതിരോധങ്ങളിൽ പുണ്യനിബിതങ്ങളെയും സ്വഹാബികളെയും തുരത്തി ഓടിക്കാൻ വന്ന പ്രതിരോധങ്ങളിൽ ഞങ്ങൾക്ക് സംബന്ധിക്കാൻ സാധിച്ചില്ല എന്ന സങ്കടമാണ് മഹാനായ ആസിം ഇബ്നു സുഫിയാൻ അസ്സഖഫി റളിയല്ലാഹു അൻഹു മഹാനായ അബൂ അയ്യൂബ് തങ്ങളോട് പറയുന്നത്. തങ്ങൾ അന്ന് യുദ്ധത്തിന് പോയതാണ്, മദീനയിലില്ല. അബൂ അയ്യൂബ് തങ്ങളെ ഫാതനൽ ഗസ്വ ഹാദൽ ആം, ഈ വർഷം ഞങ്ങൾക്ക് യുദ്ധം ചെയ്യാനൊന്നും സാധിച്ചിട്ടില്ലല്ലോ. ഹബീബിന്റെ കൂടെ ഹബീബിനെ സഹായിക്കാനായില്ലല്ലോ. നഷ്ടപ്പെട്ടതിന് നമ്മൾ ഓർക്കണം. ഇന്നലെ വെള്ളിയാഴ്ച, ഇന്ന് വെള്ളിയാഴ്ച ശരിയാണ്, വെള്ളിയാഴ്ച ഇപ്പോൾ ഞങ്ങൾക്ക് സ്കൂളുണ്ട്, അബുദാബിയിലെ സ്കൂളുണ്ട്, ജോലിയുണ്ട്. ജുമാ കഴിഞ്ഞിട്ടുള്ള ഫ്ലൈറ്റിനാണ് ഞാൻ വരുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ നേരം വെക്കിയത് കേട്ടോ. സാന്ദർഭികമായിട്ട് പറയാം, ഈ മൂല്യം എന്താ വരാത്തത്? ഇത് ഭൂമിക്ക് ഇറങ്ങിയാലല്ലേ നമുക്ക് വരാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഇറങ്ങിയപ്പോഴേക്കും 8 മണി ആയിട്ടുണ്ട്. പിന്നെ എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങി ഇവിടെ എത്തി ഒരു ചെറിയ ഭക്ഷണം എന്തെങ്കിലും കഴിക്കണ്ടേ, അത്രേ. ഞാൻ ഓടി പെട്ടെന്ന് കഴിച്ചതാണ്. നിങ്ങളോട് ഇരിക്കല്ലേ, മമ്മൂട്ടി ബൈസിസ്താണെങ്കിലോ കുറേ സമയമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ നല്ലൊരു ദിവസമല്ലേ, സയ്യിദുൽ അയ്യാം, വെള്ളിയാഴ്ച ദിവസം. അല്ലാഹു ഇനിയും ഒരുപാട് ഖൈറാത്തുകൾ ചെയ്യാൻ അവസരം അല്ലാഹു നൽകട്ടെ. അപ്പോൾ അൽഖഫ് ഓതാൻ പറ്റിയില്ല എന്ന് വിചാരിക്കുക, അതൊരു നഷ്ടമാണ്. ഒരു വെള്ളിയാഴ്ച കഴിഞ്ഞിട്ടന്ന് അൽഖഫ് ഓതാൻ പറ്റിയില്ല. അന്ന് ഒരുപാട് സ്വലാത്ത് ചൊല്ലാൻ പറ്റിയില്ല. വെള്ളിയാഴ്ച സ്വലാത്ത് ചൊല്ലണേ. ഫഇന്നഹാ മഅറൂദത്തുൻ അലയ്യ, എനിക്ക് അല്ലാഹു വെള്ളിയാഴ്ചയിലെ സ്വലാത്തുകൾ പ്രത്യേകമായി കാണിച്ചു തരുമെന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വെള്ളിയാഴ്ച രാവിലും പകലും, അതായത് വ്യാഴാഴ്ച അസ്തമിച്ചാൽ പിന്നെ വെള്ളിയാഴ്ചയാണ്. ഈ വടക്ക് മലബാറിലൊക്കെ ഇന്നത്തെ ഈ രാത്രി വെള്ളി അസ്തമിച്ച ശനിയാഴ്ച രാവെന്ന് അവർ പറയുന്നേ. നോട്ടീസിലൊക്കെ അങ്ങനെ എഴുതാം. വലിയൊരു വേദാരം വരുന്നുണ്ട് തന്നെ, വെള്ളി അസ്തമിച്ച ശനിയാഴ്ച രാവ്. നമ്മൾ പിന്നെ വെള്ളിയാഴ്ച രാത്രി എന്നല്ലേ പറയാം. ശരിക്കും ഇത് ശനിയാഴ്ച രാത്രിയാണ്. ഇന്നലത്തെ രാത്രിയാണ് വെള്ളിയാഴ്ച രാത്രി. ആ രാവ് മുതൽ ഇന്ന് ഇപ്പോൾ കഴിഞ്ഞ അസ്തമയത്തിന്റെ സമയത്തിന്റെ ഉള്ളിൽ വരെ എപ്പോഴും അൽഖഫ് ഓതാം. ഏറ്റവും നല്ലത് ജുമുഅക്ക് മുമ്പ് ഓതലാണ്. അപ്പോൾ നഷ്ടമായാൽ പടച്ചോനെ എത്ര വെള്ളിയാഴ്ച നഷ്ടമായി.
എത്ര എനിക്ക് ഖൈറാത്തുകൾ നഷ്ടമായി റബ്ബേ, എത്ര സുന്നത്ത് നോമ്പുകൾ എടുക്കാൻ പറ്റാതെ പോയി, എത്ര സൽക്കർമ്മങ്ങൾ ചെയ്യാൻ പറ്റാതെ പോയി. ഈ സങ്കടം ഒരു മുഅ്മിനിന്റെ മനസ്സിൽ വരണം. നമ്മളെപ്പോഴും വരാനുള്ളത് നോക്കുന്നില്ല. കഴിഞ്ഞു പോയതും വലിയൊരു സന്ദർഭമല്ലേ. നമുക്കൊരു ഗോൾഡൻ ചാൻസ് നഷ്ടപ്പെട്ടു പോയാൽ അത് നഷ്ടമാണ്. ഫാതനൽ ഗസു ഹാദൽ ആമി യാ അബാ അയ്യൂബ്, അയ്യൂബ് അൻസ്വാരി തങ്ങളെ, ഞങ്ങൾക്ക് വല്ലാത്തൊരു നഷ്ടം സംഭവിച്ചു പോയിട്ടുണ്ടല്ലോ. വഖദ് അഖ്ബറനാ വഖദ് ഉഖ്ബിർനാ അന്നഹു മൻ സ്വല്ലാ ഫിൽ മസാജിദിൽ അർബഅതി ഗുഫിറ ലഹു ദംബുഹു. അബൂ അയ്യൂബ് അൻസ്വാരി തങ്ങളെ, ഒരുപാട് നന്മകൾ നഷ്ടമായതിന് പകരം പുണ്യനബി തങ്ങൾ പറഞ്ഞൊരു ഹദീസ് ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്. 4 മസ്ജിദുകളിൽ നിസ്കരിച്ചാൽ അല്ലാഹു അവരുടെ എല്ലാ തെറ്റുകളും പുറത്തു കൊടുക്കുമെന്ന് പറഞ്ഞിട്ടില്ലേ? അൽ മസ്ജിദുൽ ഹറാം വൽ മസ്ജിദുൻ നബവി വൽ മസ്ജിദുൽ അഖ്സാ വ മസ്ജിദു ഖുബാ. ഖുബാ പള്ളി മദീനയിലെ തന്നെ മസ്ജിദുൻ നബവി, അൽ മസ്ജിദുൻ നബവി, അൽ മസ്ജിദുൽ ഹറാം മക്കയിലെ, അൽ മസ്ജിദുൽ അഖ്സാ ഖുദ്സിൽ കിടക്കുന്ന മസ്ജിദുൽ അഖ്സാ. ഈ 4 പള്ളികളിലും പോയി നിസ്കരിക്കുന്നവർക്ക് തെറ്റുകൾ അല്ലാഹു പുറത്തു കൊടുക്കുമെന്നല്ലേ പറഞ്ഞത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ വർഷം നഷ്ടമായ ഹബീബിന്റെ കൂടെ സംബന്ധിക്കാൻ കഴിയാതെ പോയ യുദ്ധങ്ങൾക്ക് പകരം ഞങ്ങൾ ഖുദ്സിലേക്ക് യാത്ര പോയി. 1500 കിലോമീറ്റർ എങ്കിലും മദീനയിൽ നിന്ന് വേണം. അത്രയും ദൂരം ഞങ്ങൾ യാത്ര പോയിട്ട് ഞങ്ങൾ നിസ്കരിച്ചിട്ടെങ്കിലും ആ നഷ്ടമൊന്ന് പരിഹരിച്ചോട്ടെ എന്ന് മഹാനായ അബൂ അയ്യൂബ് അൻസ്വാരി തങ്ങളോട് സ്വഹാബിമാർ ചോദിക്കുകയുണ്ടായി. ആസിം ഇബ്നു സുഫിയാൻ അസ്സഖഫി തങ്ങൾ സങ്കടം, അവർ പോയതൊരു കാര്യത്തിനാ. തങ്ങൾ പറഞ്ഞേച്ച ദാത്തുസ് സലാസിൽ എന്ന് പറയുന്ന ഒരു എക്സ്പെഡിഷനിൽ അവർ പോയത്, സൈന്യത്തിന് തന്നെ പോയത്. പക്ഷെ അവിടെ യുദ്ധം ഉണ്ടായിട്ടില്ല, ശരിയാണ്. ആ നബിതങ്ങളുടെ ഒരു ദൗത്യത്തിനാ പോയത്. പക്ഷേ വലിയ പ്രതിഫലം കിട്ടുമായിരുന്ന വലിയ വലിയ സന്ദർഭങ്ങൾ ഞങ്ങൾക്ക് നഷ്ടമായല്ലോ എന്ന് പറഞ്ഞപ്പോ അബൂ അയ്യൂബ് അൻസ്വാരി റളിയല്ലാഹു അൻഹു മറുപടി കൊടുത്തു, യബ്ന അഖീ അദുല്ലുക അലാ ഐസറ മിൻ ദാലിക്. അത്രയൊന്നും കഷ്ടപ്പാടില്ലാതെ തന്നെ നഷ്ടം പരിഹരിക്കാൻ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു തന്ന വേറെ ചില പരിഹാര മാർഗങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഇന്നി സമിഅ്തു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വലാത്ത് ചൊല്ലുന്നുണ്ടല്ലോ, ഇന്നി സമിഅ്തു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. മൻ തവല്ലഅ കമാ ഉമിറ, അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച പോലെ ഒരാൾ ശരിക്ക് വുളു എടുത്താൽ, വസല്ലാ കമാ ഉമിറ, പുണ്യനബി പഠിപ്പിച്ച പോലെ മനസ്സാന്നിധ്യത്തോടുകൂടെ ഖുശൂഅോടുകൂടെ ഒരാൾ നിസ്കരിക്കുകയും ചെയ്താൽ, ഗുഫിറ ലഹു മാ ഖദ്ദമ മിൻ അമലിൻ, ഒരു മനുഷ്യൻ ചെയ്ത എല്ലാ തെറ്റുകളും ചെറുദോഷങ്ങൾ മുഴുവൻ അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് പുണ്യനബി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ നിസ്കാരങ്ങൾ വർദ്ധിപ്പിച്ചോളൂ. ശരിക്കും ഉളുവെടുത്ത് ശരിക്കും അല്ലാഹുവിനെ കുറിച്ച് ഓർത്തുകൊണ്ട് ഹൃദയശുദ്ധിയോടുകൂടെ ഹൃദയ സാന്നിധ്യത്തോടുകൂടെ നിസ്കരിച്ചേക്കണം. 4 മസ്ജിദുകളിലേക്ക് യാത്ര ചെയ്യാൻ നിങ്ങൾക്ക് പ്രയാസമായിരിക്കും. അതുകൊണ്ട് ഇങ്ങനെ ചെയ്തേക്കണേ എന്ന് അബൂ അയ്യൂബ് അൻസ്വാരി തങ്ങൾ റളിയല്ലാഹു തആല അൻഹു സ്വഹാബികളുടെ ചിന്തയാണ് നഷ്ടപ്പെട്ടതിനെ വീണ്ടെടുക്കുക. നമ്മുടെ വിഷയവും അതാണ്. അതിൻ്റെ ചില പരിഹാര മാർഗങ്ങളിലൂടെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇൻഷാ അല്ലാഹ്. നമ്മുടെ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി നമ്മുടെ ചെറിയൊരു സഹായം നമ്മുടെയൊക്കെ വകയായിട്ട് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഉപകാരപ്പെടുന്ന അമലായിട്ട് അല്ലാഹു മാറ്റിത്തരട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇവിടെ നമ്മുടെ മുതഅല്ലിമീങ്ങളെ 250 മുതഅല്ലിമീങ്ങൾ പഠിക്കുന്ന ജാമിഅ നൂരിയ അറബിയ എന്ന ഉമ്മുൽ മദാരിസിന്റെ നമ്മുടെ സ്ഥാപനങ്ങളുടെയൊക്കെ ഉമ്മയായ കേരളീയ മുസ്ലിം മീങ്ങളുടെയൊക്കെ ആധികാരിക മതസ്ഥാപനം എന്ന് പറയുന്ന സമസ്തകേരള ജമിയത്തുൽ ഉലമയുടെ എല്ലാ ആശീർവാദത്തിലും തണലിലും ഈ ഉമ്മത്തിന് ഖിദ്മത്തിന് ഇറങ്ങുന്ന ഫൈലിമാർ ഇറങ്ങുന്ന ജാമിഅ നൂരിയയുടെ സഹസ്ഥാപനമാണ്. ഇതിന്റെ ജൂനിയർ കോളേജാണ് നമ്മുടെ ഈ സ്ഥാപനം. അതുകൊണ്ട് ഇവിടുത്തെ ഒരു മുതഅല്ലിമിന് ഒരു വർഷത്തേക്ക് 20,000 രൂപയാണ്. എൻ്റെ സുഹൃത്തുണ്ട് വടനാംകുറിശ്ശിയിൽ നിന്ന് അബൂബക്കറാജ് ഇവർ പോയോന്നറിയില്ല, 2 കുട്ടി ഏറ്റെടുത്തു എന്ന് പറഞ്ഞു. അല്ലാഹു അത് സ്വീകരിക്കട്ടെ, അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. അവർ 40,000 രൂപയാണത്. അതുകൊണ്ട് 1, 2, 5, 10 കുട്ടികളൊക്കെ 80 കുട്ടികളെങ്ങാനും ആയിട്ടുള്ളൂ. ബാക്കി മക്കളെ കൂടെ നമ്മൾ ഏറ്റെടുത്താൽ ഈ സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വലിയ ബുദ്ധിമുട്ടാണ്. സാമ്പത്തികം കൂടെ ഇല്ലെങ്കിൽ വലിയ പ്രയാസം. നമ്മളൊക്കെ ചെയ്യേണ്ട പണിയാണ് ഇതിന്റെ കമ്മിറ്റിക്കാർ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെയൊക്കെ സാമ്പത്തിക സഹായം നിർബന്ധമായിട്ടും വേണം. ഈ പരിപാടിക്കൊക്കെ കഴിയുന്നവര് നിങ്ങൾ കഴിയുന്ന പോലെ സഹായിക്കണം. 500 കൊടുക്കാൻ പറ്റുന്ന ഒരു 10 രൂപ കൊടുക്കരുത്, ഒരു 500 തന്നെ കൊടുക്കണം. 1000 കൊടുക്കാൻ പറ്റുന്ന 50 കൊടുത്തിട്ട് കാര്യമില്ല, അല്ലേ?
അതുകൊണ്ട് ജഹദു മുഖില്ലിൽ അതിന് വിധങ്ങൾ ഇപ്പോൾ ഹദീത്ത് വരും ഇൻഷാ അല്ലാഹ്. ഏറ്റവും വലിയ സ്വതഖ ഉള്ളതിൽ നിന്ന് അതിൽ നിന്ന് കൊടുക്കുന്നതാണ്. നമ്മളുടെ പ്രയാസപ്പെടുന്ന സമയത്ത് പോലും നമ്മൾ കൊടുക്കുന്നതിന് വലിയ കൂലിയാണ്. അതുകൊണ്ട് എല്ലാവരും നന്നായിട്ടൊന്ന് സഹായിക്കണം. അപ്പോൾ പലരുടെയും പേഴ്സ് ഇപ്പം ഇങ്ങനെ ഇരിക്കുമ്പോൾ പാൻറ്റൊന്നൊക്കെ എണീറ്റെടുക്കേണ്ടത്. അപ്പോൾ ഒന്ന് എണീറ്റൊന്ന് സ്വലാത്ത് ചൊല്ലി ഇരുന്നാൽ ഒരു ഉന്മേഷമായി. പിന്നെ ഒന്ന് ചെയറൊന്ന് മാറിക്കൊടുക്കുക. നമ്മൾ വലത് ഭാഗത്തിരിക്കുന്ന ആൾ ഇടത്തോട്ട് മാറുക, ഇടത്തുള്ള ആൾ വലത്തോട്ട് മാറുക. അപ്പോൾ ഒന്ന് ചെയറൊന്ന് സ്വാപ്പ് ചെയ്താലേ ഒരു ഉന്മേഷവും ഒരു റാഹത്തൊക്കെ കിട്ടും. നിന്റെ ഞാൻ വിട്ടുകൊടുക്കില്ല എന്ന പ്ലാനിനെ കൊടുക്കണ്ട കേട്ടോ. ഒന്ന് സ്വലാത്ത് ചൊല്ലിയിരിക്കുകയാണ്. സല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. ചൊല്ലിക്കോളി. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. സമയം 11 മണിയായി. നമ്മളൊരു 10:20 തുടങ്ങിയെന്ന് തോന്നുന്നു. അപ്പോൾ 11, 12, 20 പിന്നെ ഇടയ്ക്ക് ഇനി ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഒന്ന് എണീറ്റ് നിൽക്കാം. ഈ എണീറ്റ് നിൽക്കേണ്ട ഉദ്ദേശം ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ഒന്ന് ഈ ബക്കറ്റൊക്കെ വരുമ്പോൾ പിന്നെ മൂത്രയിക്കാനോ മുങ്ങാനൊക്കെ തോന്നുന്നതിൽ വല്ല മുങ്ങിയാൽ മതി. അടി കൂടെ ആരും കാണില്ല. അപ്പോൾ ഇനി മുങ്ങണമെങ്കിൽ അടുത്ത 3/4 മണിക്കൂറാവും. അതുകൊണ്ട് നിങ്ങൾ ആലോചിച്ചിരുന്നോളി. പോകേണ്ടവർക്ക് പോകാനുള്ള സൗകര്യം കൂടിയാണ് എണീറ്റിപ്പിക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശം അതുകൂടിയാണ്. പക്ഷേ അതുകൊണ്ട് ആരും വിഷമിക്കേണ്ട. മറ്റേത് എല്ലാവരും ഇരിക്കുമ്പോൾ ഒരാൾ പോയാൽ നോക്കി കണ്ണറുള്ളൂ. അപ്പോൾ നമുക്ക് അങ്ങനെയാണല്ലോ, പോണവർ വല്ലാണ്ട് നോക്കിക്കളയും. അപ്പോൾ അതൊരു വലിയ ഷെയ്മാണ്. അപ്പോൾ അതിനുള്ള സൗകര്യമാണ് ഇൻഷാ അല്ലാഹ് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. അപ്പോൾ നിങ്ങൾ കുറേ സമയം ഇവിടെ വെയിറ്റ് ചെയ്യുന്നു. ഒന്ന് എണീറ്റും മാറിയൊക്കെ ഇരിക്കുമ്പോൾ ഒരു റാഹത്ത് തോന്നും. നന്നായിട്ട് സഹായിക്കണം. നമ്മൾ മുതഅല്ലിമീങ്ങളൊക്കെ വളണ്ടിയർമാരായിട്ട് ഇറങ്ങിയ വലിയൊരു പരിപാടിയാണ്. പിന്നെ അൽഹംദുലില്ലാഹ് നല്ല മൈക്കും സംവിധാനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നൊക്കെ സംഘാടകരോട് നന്ദി പറയാണ്. നമ്മൾ ചിലപ്പോൾ മൈക്കൊക്കെ ഒന്ന് കർക്കശമായിട്ട് തന്നെ പറയാറുണ്ട്. ഇപ്പോൾ ഒന്നുമില്ല, പറ്റുന്നില്ല. അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള മൈക്ക് തന്നെ ചെയ്യണം എന്ന് പറയാറുണ്ട്. അപ്പോൾ അതൊക്കെ ചിലപ്പോൾ സംഘാടകരിലോ കമ്മിറ്റിക്കാരിലോ ചിലർക്കെങ്കിലും ഒരു ചെറിയ നീരസമോ എന്താ മൂപ്പർക്ക് 2 കൊമ്പ് എന്നൊക്കെ ചിലപ്പോൾ ചോദിച്ചിരിക്കാനൊക്കെ സാധ്യത ഉണ്ട്. ഒന്നും വിചാരിക്കരുത്. നമുക്കതിലൊന്നും വിഷമമൊന്നുമില്ല. നിങ്ങൾ എന്ത് ചെയ്യരുത്. അത് ഇതിൻ്റെ ഒരു വിജയത്തിനാണ്. ഈ ഒരു റാഹത്തിൽ പറയണമെങ്കിൽ ഇവിടെ എന്തെങ്കിലും കൊണ്ടുവന്ന് വെച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അൽഹംദുലില്ലാഹ് അത് നിങ്ങൾ വേണ്ടതുപോലെ തന്നെ ചെയ്തതിൽ വലിയ സന്തോഷമുണ്ട്. അപ്പോൾ അതിലെന്തെങ്കിലും വിഷമങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം എന്നുകൂടെ പറയാണ്. ഒന്നുമില്ല. നാളെ രാവിലെ കോഴിക്കോട് പരിപാടി ഉണ്ട്. നമ്മുടെ SKSF 35ാം വാർഷികം നടക്കുകയാണ്. നാളെ രാത്രി മംഗലാപുരത്ത് പരിപാടിയുണ്ട്. അത് കഴിഞ്ഞ് രാവിലെ റിയാദിലേക്ക് പോയിട്ട് വേണം അബുദാബിയിലേക്ക് തിരിച്ചു വരാൻ. അപ്പോൾ നമ്മൾ ഈ ഉറക്കൊഴിക്കരുതൊക്കെ ആകുമ്പോൾ സൗണ്ടും കൂടെ ശരിയായിട്ടില്ലെങ്കിൽ തിങ്കളാഴ്ച രാവിലെ സ്കൂളിൽ പോയി പഠിപ്പിക്കാനുള്ളത് 8 മണിക്കൂർ. അപ്പോൾ നമുക്ക് ഈ സൗണ്ടില്ലെങ്കിൽ പരിപാടി നടക്കൂല. അപ്പോൾ കമ്മിറ്റിക്കാർക്ക് 5,000 രൂപ 10,000 രൂപ ഏറെ കൊടുക്കണമല്ലോ. അപ്പോൾ ഇവർക്ക് അങ്ങനൊന്നും ചിന്തിക്കരുത്. മൈക്കിന് വേണ്ടി കൊടുക്കല്ലേ. അപ്പോൾ അത് ഈ വിജയത്തിന് നമ്മുടെ പരിപാടി വിജയിക്കണം. 2 മണിക്കൂർ നമ്മൾ സംസാരിക്കുകയുള്ളൂ. 2.5 മണിക്കൂർ അത് ഭംഗിയിൽ എനിക്ക് പറയാനും നിങ്ങൾക്ക് റാഹത്തിൽ കേൾക്കാനും പറ്റണം. അപ്പം അതിന് വേണ്ടിയാണ് അങ്ങനെ കുറച്ച് കർക്കശമായിട്ട് തന്നെ ഒരു പക്ഷേ എൻ്റെ സെക്രട്ടറിയോ അവരൊക്കെ സംസാരിക്കുമ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. അതൊന്നും നിങ്ങൾ വിഷമിക്കരുത് എന്ന് സംഘാടകർക്ക് വേണ്ടി മാത്രം സൂചിപ്പിക്കുകയാണ്. من تولى كما أمر وصلى كما أمر غفر له ما قدم من عمل എന്ന് പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കൊക്കെ അനുവർത്തിക്കാൻ പറ്റുന്ന ഒരു അമലാണത്. ശരിക്കും ഒളു കൊടുക്കുക. ഈ ഹദീസ് ഇങ്ങനെ ഓർമ്മയിൽ വെച്ചിട്ട് നല്ല റാഹത്തുള്ള ഒരു ഒളു. മുട്ടുകൈ വരെ അല്ലേ, ഈ എൽബോ വരെ കഴുകേണ്ടത് ഒന്ന് മേലോട്ട് കയറ്റി കഴുകുക. തോളൊന്നായിട്ട് കുളിക്കണം എന്നല്ലേ പറഞ്ഞത്. കുറച്ചൊരു പകുതി വരേക്കും നമ്മുടെ മേൽക്കൈയിലേക്ക്. മടമ്പ് വരെ കഴുകണമെന്നാണ്. കാല് കഴുകുമ്പോൾ മടമ്പിന്റെ ഇച്ചിരി മേലോട്ട്, മുട്ടുവരെ കഴുകേണ്ട ആവശ്യമില്ല. 3 പ്രാവശ്യം സുന്നത്ത്, 4 പിന്നെ കറാഹത്താണ്. നിങ്ങൾ കിണറ്റുന്നോ കുളത്ത് തന്നെ ഇറങ്ങിയിട്ടോ പുഴയിൽ ഇറങ്ങിയിട്ടോ ഒളു കൊടുക്കുകയാണെങ്കിൽ പോലും 3 തവണയെ ചെയ്യാവൂ. അതിലേറെ ചെയ്യരുത്. ഒഴുകുന്ന പുഴന്റെ അടുത്താണെങ്കിലും 3 തവണയെ ചെയ്യാവൂ. വൃദ്ധ വസ്വാസ് വരും. വസ്വാസ് വന്നാൽ കുടുങ്ങിയില്ലേ. പഠിച്ചോനെ അള്ളാഹു സലാമത്താക്കട്ടെ. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കൊക്കെ വസ്വാസ് വരൂലേ. നമ്മൾ ഒരു ക്ലാസ് പറഞ്ഞു, ദിജ്ല നദിയിൽ കുളിച്ചിട്ട് ഒരാൾ അവിടുത്തെ ഒരു ഇമാമിനോട് വന്നിട്ട്, ഒരു പുഴ അബൂബക്കർ ബാഖിലാനി തങ്ങളോട് വന്ന് പറഞ്ഞു. അപ്പോൾ ദിജ്ലയിൽ കുളിച്ചിട്ട് ഞാൻ ഒളു കൊടുക്കാൻ വേണ്ടി മുങ്ങിയാൽ ഒളു കിട്ടുമല്ലോ. അതിന് 2 കൊല്ലത്തിൻ്റെ മീതുള്ള വെള്ളത്തിൽ മുങ്ങിയിട്ട് വരികയാണ്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഒളുവിൻ്റെ നീയത്തോടു കൂടെ മുങ്ങിയാൽ ഒളു കിട്ടും. അപ്പോൾ എനിക്ക് തോന്നുന്നത് നനഞ്ഞിട്ടില്ല എന്ന്. ഞാൻ എന്താ വേണ്ടത്? നിങ്ങൾക്ക് നിസ്കാരം നിർബന്ധമല്ലല്ലോ, നിങ്ങൾ എന്തിനാ നിസ്കരിക്കുന്നത്? അല്ല, എന്താ അവരോട് പറയാം.
ആ പണ്ഡിതന് കൊടുത്ത മറുപടി ഏതാ? ഒരാൾക്ക് വസ്വാസം കൊണ്ട് തോന്നുകയാണ്, ഞാൻ ഇങ്ങനെ മുങ്ങിയിട്ട് നനഞ്ഞിട്ട് നിങ്ങൾക്ക് തോന്നണില്ല. മൂപ്പര് പറഞ്ഞു, നിങ്ങൾക്ക് നിസ്കാരം തന്നെ നിർബന്ധമല്ലല്ലോ, എന്തിനാ നിങ്ങൾ ഓതു കൊടുക്കണം? സുബ്ഹാനല്ലാഹ്. പിരാന്തന്മാർക്ക് എന്ത് നിസ്കാരം എന്നാണ് ചോദിച്ചത് ശരിക്ക്. അപ്പോ അത് വസ്വാസം കൊണ്ട് വരുന്നതാ. 2 പ്രാവശ്യം പിന്നെ 3 പിന്നെ തോന്നുന്നു നനഞ്ഞിട്ടില്ലല്ലോ, അപ്പൊ 4, 5, 10 പിന്നെ ടാങ്കത്തെ വെള്ളം തീരില്ല. അതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യരുത്. നബി തങ്ങൾ പറഞ്ഞ ആ ഒരു ഹദ്ദിൽ നിൽക്കുക, അല്ലെങ്കിൽ നമുക്ക് പിടിച്ചാൽ കിട്ടൂല. മൻ തവല്ലഅ കമാ ഉമിറ വസല്ല കമാ ഉമിറ ഗുഫിറ ലഹു മാ ഖദ്ദമ മിൻ അമൽ. ഒരു മനുഷ്യൻ ചെയ്തു പോയ തെറ്റുകൾ മുഴുവനും അതുകൊണ്ട് പൊറുക്കപ്പെടുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നഷ്ടപ്പെട്ടതിനെ വീണ്ടെടുക്കാനുള്ള ചിന്ത, അത് ഒരു ഇൽമിന്റെ മജ്ലിസ് നഷ്ടമായത്, ഒരു ശൈഖിനെ കാണാൻ ചെന്നിട്ട് കാണാൻ പറ്റാതെ പോയത്, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ട് സുഹ്ബത്ത് വാങ്ങിക്കാൻ വേണ്ടി ചെന്ന്, സ്വഹാബിയാവാൻ വേണ്ടി ആഗ്രഹിച്ചു ചെന്ന് സാധിക്കാതെ പോയ സംഭവങ്ങളൊക്കെ ഉണ്ട്. തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലമാണ്, പക്ഷെ നബി തങ്ങളെ വന്ന് കാണാൻ പറ്റിയില്ല. മഹാനായ അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹു, അബൂ മുസ്ലിമുൽ ഖൗലാനി, അൽഹംദുലില്ലാഹില്ലദീ ജഅല ഫീ ഉമ്മത്തി മുഹമ്മദിൻ മാ ഫുഇല ബി ഇബ്രാഹീം അലൈഹിസ്സലാം ഫനുജ്ജിയ മിനന്നാർ. ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്, അല്ലാഹുവേ നിനക്ക് സ്തുതി. ഇബ്രാഹീം നബി അലൈഹിസ്സലാമിന്റെ കഥയൊക്കെ കേട്ടിട്ടുണ്ട്. ഇബ്രാഹീം നബി തീയിലിട്ടിട്ട് ഒരു രോമം പോലും കരിയാതെ എണീറ്റു വന്ന ഇബ്രാഹീം അലൈഹിസ്സലാം. ഇബ്രാഹീം നബി തീയിലിട്ട സ്ഥലം ഇന്ന് തുർക്കിയിലാട്ടോ, തുർക്കിയിലാണ് ആ സ്ഥലം ഉള്ളത്. ഞാൻ പോയിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ഷാംലി ഉർഫ എന്ന സ്ഥലത്തിന് പറയാം, ഷാംലി ഉർഫ. നല്ല വളരെ വലിയ ഒരു സിയാറത്തിന്റെ സ്ഥലമാണത്. നമ്രൂദിന്റെ കോട്ടയും, നമ്രൂദ് അവിടുന്ന് ആ ഒരു ഖനബോച്ചില് മഹാനവറുകളെ അങ്ങനെ തൊടുത്തു വിട്ടതും താഴേക്ക് വീണതും ആ സ്ഥലങ്ങളൊക്കെ ഇപ്പോഴും അങ്ങനെ ഉണ്ട്. നമ്രൂദിന്റെ കോട്ടയുടെ അവശിഷ്ടങ്ങളും ഇപ്പോഴും അവിടെ ഉണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ജനിച്ച സ്ഥലം അവിടെയാണ്. ഇബ്രാഹിം നബി തീയിലിട്ട സ്ഥലം ഇപ്പോൾ ഉറവയാണ്, വെള്ളമാണ്. അപ്പോൾ ആ ഏരിയ മൊത്തം ഒരു ജലാശയമാണ്. അവിടെ പരിസരത്തൊക്കെ ഉണങ്ങിയ സ്ഥലമാണ്, മരുഭൂമി പോലെ കാണുന്ന സ്ഥലം. പക്ഷേ ഇബ്രാഹിം നബിന്റെ ഈ സ്ഥലം അവർ അൽ ഹറമുൽ ഇബ്രാഹിമി എന്നാണ് ഇതിനെ വിളിക്കുക. മാഷാ അല്ലാഹ്, ഒരുപാട് ആളുകൾ സിയാറത്ത് ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോ അങ്ങനത്തെ ഒരു മഹാനായിരുന്നു അബൂ മുസ്ലിമുൽ ഖൗലാനി തങ്ങൾ. യമനിൽ അസ്വദുൽ അനസി എന്ന് പറയുന്ന കള്ളപ്രവാചകൻ, അന്നത്തെ മഹാപണ്ഡിതനായിരുന്ന അബൂ മുസ്ലിമുൽ ഖൗലാനി തങ്ങളെ തീയിലേക്ക് എറിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഒരു കുഴപ്പമില്ലാണ്ട് തീയിൽ നിന്ന് എഴുന്നേറ്റ് വന്ന മഹാനാണ്. താബിഈങ്ങളുടെ നേതാക്കന്മാരിൽ അറിയപ്പെടുന്ന മിൻ സാദാത്തി താബിഈൻ അബൂ മുസ്ലിമുൽ ഖൗലാനി റഹ്മത്തുള്ളാഹി അലൈഹി. അവരെ ഹബീബിനെ കാണാൻ പിന്നെ നേരെ മദീന, തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്താണ് ഈ സംഭവം നടക്കുന്നത്. പക്ഷേ അദ്ദേഹം യമനിലാണ്. യമനിൽ നിന്ന് മദീനയിലേക്കാണ് രക്ഷപ്പെട്ടു വന്നത്. തീന്ന് രക്ഷപ്പെട്ടു. ആൾക്കാരൊക്കെ അന്തം വിട്ടുപോയി. തീയിന്ന് കൂളായിട്ട് എഴുന്നേറ്റ് പോന്നു. നേരെ മദീനത്തേക്കാണ് വരുന്നത്. അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹു റഹല ഇലൽ മദീന ലിയറാ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫലമ്മാ ദഖലൽ മദീന ഇദാ സ്വഹാബതു ഖദ് ഫറഹു മിൻ ദഫ്നിഹി അലൈഹി സ്വലാത്തു വസ്സലാം. മദീനയിലേക്ക് മഹാൻ എത്തുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ ജനാസ മറവ് ചെയ്ത് സ്വഹാബിമാർ ജനാസ മറവ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അപ്പോഴാണ് മഹാനവറുകൾ മദീനത്തേക്ക് എത്തുന്നത്. വലിയ സങ്കടമായി പോയി. ഹബീബിനെ ഒന്ന് കാണാൻ കഴിഞ്ഞില്ലല്ലോ. അങ്ങനെ നേരെ മദീന പള്ളിയുടെ ഒരു തൂണിലേക്ക് മുഖമാക്കി ഖിബലയിലേക്ക് നിന്നിട്ട് അബൂ മുസ്ലിമുൽ ഖൗലാനി തങ്ങൾ 2 റക്അത്ത് നിസ്കരിച്ചു. വലിയ ആ തീയിന്ന് രക്ഷപ്പെട്ടു വന്ന വരവാണിത്. നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ആരോ പറഞ്ഞു, ഇതാണ് അബൂ മുസ്ലിമുൽ ഖൗലാനി. സംഭവം ഇങ്ങനെ കേട്ടിട്ടുണ്ട് ആൾക്കാർ, ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇതാണ് അബൂ മുസ്ലിമുൽ ഖൗലാനി. ഉമർ തങ്ങളെ വിളിച്ചു, സിദ്ദീഖ് തങ്ങള്. അങ്ങനെ മഹാനവറുകൾ സുന്നത്ത് നിസ്കാരം കഴിഞ്ഞ് സലാം വിട്ടാൻ കാത്തിരുന്നു അരികത്ത്. ഒന്ന് ഖലീഫത്തു റസൂലില്ലാ, മറ്റൊന്ന് ഹബീബിന്റെ ഖലീഫയുടെ സ്വാഹിബായ ഹബീബായ തങ്ങളുടെയും സ്വാഹിബായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. നിസ്കാരം കഴിഞ്ഞപ്പോ, നിങ്ങളാണോ അബൂ മുസ്ലിമുൽ ഖൗലാനി എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് നെറ്റിയിൽ ഉമ്മ വെച്ചുകൊണ്ടാണ് സിദ്ദീഖ് തങ്ങളും ഉമർ റളിയല്ലാഹു അൻഹും മഹാനവറുകളെ സ്വീകരിച്ചുകൊണ്ട് ഉമർ എന്നവർ പറഞ്ഞ വാക്കാണ് അൽഹംദുലില്ലാഹ് അല്ലദീ ജഅല ഫീ ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ ഫഅല ബി ഇബ്രാഹീം അലൈഹിസ്സലാം ഫനുജ്ജിയ മിനന്നാർ. ഇബ്രാഹീം നബി അലൈഹിസ്സലാമിന് നടന്നതുപോലെ തീയിലേക്ക് എറിയപ്പെടുന്ന ഒരു അനുഭവം ഈ ഉമ്മത്തിൽ അല്ലാഹു ഞങ്ങൾക്ക് കാണിച്ചു തന്നല്ലോ റബ്ബേ. നിനക്ക് ഒരുപാട് സ്തുതി റബ്ബേ. അങ്ങനെ തീയിന്ന് രക്ഷപ്പെട്ട ആളാണല്ലോ ഇദ്ദേഹമെന്ന് അബൂ മുസ്ലിമുൽ ഖൗലാനി റഹ്മത്തുള്ളാഹി അലൈഹി താബിഈങ്ങളിൽ വന്ന മഹാൻ. ആ മഹാനവറുകൾ ഉമർ തങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. അല്ലാഹുവേ, എത്ര വലിയ സൗഭാഗ്യമാണത്, എത്ര വലിയ അല്ലാഹുവിന്റെ വലിയാണവര്, എത്ര വലിയ
വലിയ കറാമത്താണത്. തീയിന്ന് രക്ഷപ്പെട്ടു വന്നു. വളരെ മുത്തവാത്തിറായ സംഭവമാണ്. ഹബീബിനെ കാണാൻ വേണ്ടി മദീനത്തേക്ക് വന്നതാണ്. ആ യാത്രയിലാണ് മഹാനവറുകൾക്ക് പുണ്യനബിയെ കാണാൻ കഴിയാതെ പോയത്. വന്നപ്പോഴേക്കും ഹബീബ് വഫാത്തായിരിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബിനെ കാണാൻ വന്ന മറ്റൊരു കവിയുണ്ട്, അബൂ ദുഐബുൽ ഹുദലി എന്ന് പറയുന്ന കവി. മഹാനായ അല്ലാമ ഇബ്നു ഹജർ തങ്ങൾ ഇസ്വാബയിൽ ഇവരുടെ സംഭവം പറയുന്നുണ്ട്. ഖദിമത്തുൽ മദീന, ഞാൻ മദീനയിലേക്ക് വന്നപ്പോൾ വലി അഹ്ലിഹാ ദജീജും ബിൽ ബുകാ, മദീന മുഴുവനും നൊമ്പരപ്പെട്ട് തേങ്ങി തേങ്ങി കരയുകയാണ്. കദജീജിൽ ഹജീജ് ഇദാ അഹല്ലു ജമീഅൻ ബിൽ ഇഹ്റാം, ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ച് വന്ന് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക എന്ന് ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ച് തക്ബീറിൻ തൽബിയത്ത് ചൊല്ലിയാൽ എങ്ങനെ ശബ്ദമുണ്ടോ അതുപോലെ മദീനയിൽ കൂട്ടക്കരച്ചിലിന്റെ ശബ്ദം ഞാൻ മദീനയിൽ വന്നപ്പോൾ കേട്ടു. ഞാൻ ചോദിച്ചു, മൽ അംറ്, എന്താണ് കാര്യം? അബൂ ദുഐബുൽ ഹുദലി പുണ്യനബിയെ കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോഴാണ് മദീനയിൽ കരച്ചില്. ചോദിച്ചു, എന്തേ വിഷയം? ഫഖാലു, അവർ പറഞ്ഞു, ഖുബില റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹുവിലേക്ക് യാത്രയായിരിക്കുന്നു, അതിന്റെ സങ്കടമാണ് മദീനയെ കാണുന്നത് എന്ന് അബൂ ദുഐബുൽ ഹുദലിയോട്. ഈ മനുഷ്യനാണെങ്കിലോ തന്റെ 5 ആൺമക്കളിൽ 5 പേർക്കും പ്ലാഗ് രോഗം വന്ന് 5 മക്കളും ആ വർഷം മരിച്ചു പോയിട്ടുണ്ട്. 5 ആൺമക്കൾ, അവർക്കൊന്ന് വലുതായി പാപ്പാക്കൊന്ന് ഇരിക്കാമെന്ന് വിശ്രമിക്കാമെന്ന് വിചാരിക്കുമ്പോഴാണ് 5 മക്കള് 20ഉം 25ഉം വയസ്സുള്ള മക്കള് 5 പേർ ഒരുമിച്ച് ഒരേ വർഷം വഫാത്താകുന്നത്. അവരെല്ലാം നല്ല കഴിവും ആരോഗ്യവുമുള്ള മക്കളായിരുന്നു. അതിനെ സംബന്ധിച്ച് ഇദ്ദേഹം പാട്ടുപാടിയിട്ടുണ്ട്. അമിനൽ മനൂനി വറൈബിഹാ തതവജ്ജഉ വദ്ദഹ്റു ലൈസ ബിമഅ്തബിൻ മൻ യജ്സഉ വതജല്ലദി ലിശ്ശാമിതീന ഉരീഹിമു അന്നീ ലിറൈബിദ്ദഹ്രി ലാ തദഅലഉ وإذا المنية أنشبت أظفارها ألفيت كل تميمة لا تنفع والنفس راغبة إذا رغبتها وإذا ترد إلى قليل تقنعيه من المنون وريبها تتوجع. 5 മക്കൾ ഒരുമിച്ച് മരണപ്പെട്ട ഈ വാപ്പ 5 മക്കളുടെ ആ ദുരന്തം ഓർത്തുകൊണ്ട് പറയുകയാണ്, മരണവും മരണത്തിന്റെ വിപത്തും ഓർത്തുകൊണ്ട് ശരീരമേ, എന്റെ മനസ്സേ, നീ വേദനിക്കുകയാണോ? എന്ത് വേദന ഉണ്ടാവൂലേ? നമുക്ക് ഒരു മോൻ മരിച്ചാൽ, അതും +2 ഒക്കെ കഴിഞ്ഞ് ഡിഗ്രി കഴിയാനായി, ഡിഗ്രി കഴിഞ്ഞു, ജോലി കയറി, അല്ലെങ്കിൽ കയറാൻ പോകുന്നു, കയറി 2 കൊല്ലം ആയിട്ടുള്ളൂ, കല്യാണം കഴിച്ചിട്ടുള്ളൂ, അങ്ങനെ ഒരു മരണം സംഭവിച്ചാൽ എന്തൊരു വേദന ആയിരിക്കും. അല്ലെങ്കിലും വേദനയാണ്. വാപ്പ ക്ഷീണിച്ചിട്ടുണ്ട്, കഷ്ടപ്പെടുത്തി ഇങ്ങനെയൊക്കെ വളർത്തിയില്ലേ, ഇനി മക്കളൊക്കെ ഒന്നായിട്ട് അവരായിട്ട് വീടും ചെലവൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് വിശ്രമിക്കാലോ എന്ന് വിചാരിക്കുന്ന നേരത്ത് ആ മക്കളെ നഷ്ടപ്പെടുന്നൊരു വേദന നമ്മൾ ആലോചിക്കണം. നമ്മളെപ്പോഴും പറയാറുണ്ട്, തവക്കുൽ അള്ളാന്റെ മേലെ ചെയ്യാൻ പാടുള്ളൂ, മക്കളെ മേലെ തവക്കുലാക്കരുത്. എന്റെ മോൻ എനിക്ക് റിസ്ക് തരും, എന്റെ മോൻ അധ്വാനിച്ച് എന്റെ കുടുംബം പോറ്റും എന്ന് വിചാരിച്ചോ, അവിടെ അല്ലാഹു പരീക്ഷണം തരും ആ മകനിലൂടെ. കച്ചവടം തുടങ്ങി, എന്റെ കച്ചവടത്തുമെന്ന് എനിക്ക് ലാഭം കിട്ടും, ഈ കച്ചവടം കൊണ്ട് ഞാൻ രക്ഷപ്പെടും. തവക്കുൽ അങ്ങോട്ട് കൊടുത്താൽ, തവക്കുൽ അള്ളാന്റെ മേൽ, അല്ലാഹുവേ നീ തരുന്ന റിസ്ഖാണ്, ഇവിടെ നിനക്ക് ബർക്കത്ത് തരാം, ഇതിലല്ലാതെ വേറെ നിനക്ക് തരാൻ പറ്റും. തവക്കുൽ അള്ളാന്റെ മേൽ കൊടുത്തില്ല, ഏതെങ്കിലും നമ്മുടെ ജോലിയിലോ നമ്മുടെ കച്ചവടത്തിനോ നമ്മുടെ ആരോഗ്യത്തിനോ, ചിലങ്ങനെ നല്ല ആരോഗ്യമുള്ള സമയമല്ലേ, ഞാൻ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ സമ്പാദിക്കും. ആരോഗ്യത്തിന്റെ മേൽ തവക്കുലാക്കണ്ട, ബാങ്കിന്റെ മേൽ തവക്കുലാക്കണ്ട, കെട്ടിടത്തിന്റെ മേൽ തവക്കുലാക്കണ്ട. അതിനൊക്കെ അപകടം വരുത്താൻ അള്ളാഹുവിന് എളുപ്പമാണ്, വിചാരിക്കുന്ന പോലെ ആവില്ല. എവിടുന്നാണോ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അവിടെ നിന്ന് നമുക്ക് പരീക്ഷണം വരും, പേടിക്കണമെന്നാണ്. അബൂ ദുഐബുൽ ഹുദലി ഈ സങ്കടം മനുഷ്യർക്ക് മുഴുവൻ. അദ്ദേഹം കവിയാണ്. അന്നത്തെ കവികൾ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്തെ ഫേസ്ബുക്കും വാട്സപ്പും ആണ് അന്നത്തെ കവികൾ. ഓല് പറഞ്ഞ ലോകം മൊത്തം അറിയും. ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്താൽ കോടിക്കണക്കിന് മനുഷ്യന്മാർ കാണാൻ അവസരമുണ്ട് അതിൽ, അല്ലേ? എന്ന പോലെ കവികൾ എന്ന് പറഞ്ഞാൽ പിന്നെ നാട്ടിലൊക്കെ പാട്ടാവും. കവികൾ എല്ലാവർക്കും പേടിയാണ്. നല്ലത് പറഞ്ഞാൽ നല്ലതാണ്, ഉലങ്ങാനും മോശപ്പെടുത്തി പറഞ്ഞോ പിന്നെ വലിയ ബുദ്ധിമുട്ടാണത്. അബൂ ദുഐബുൽ ഹുദലി
5 മക്കൾ മരിച്ച സങ്കടം പറഞ്ഞിട്ട് നഫ്സിനോട് പറയാണ്, ശരീരമേ, മരണവും മരണത്തിന്റെ കാട്ടിക്കൂട്ടലും ഓർത്തുകൊണ്ട് നീ കരയാണോ, വിഷമിക്കാണോ? അമിനൽ മനൂനി വറൈബിഹാ തതവജ്ജഉ വദ്ദഹ്റു ലൈസ ബിമുഅ്തിബിൻ മൻ യജ്സഉ. സങ്കടപ്പെട്ടതുകൊണ്ട് കാലം നമ്മളോട് കരുണ ചെയ്യില്ല. ദുഃഖഭാരം കൊണ്ട് നമ്മൾ സങ്കടപ്പെട്ട് ഇരുന്നാലൊന്നും കാലം നമ്മളോട് ഒരു ദയാവായ്പം കാണിക്കുകയില്ല. കാലാകാലങ്ങളിൽ സംഭവിക്കേണ്ടത് അല്ലാഹുവിന്റെ ഖദറിലൂടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോകമാണിത്. നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെയൊന്നും കാര്യങ്ങൾ നടക്കണം എന്നില്ല. നടന്നിട്ടേ അൽഹംദുലില്ലാഹ്. وتجلدي للشامتين أريهم أني لريب الدهر لا أتضعضع. എനിക്കൊരു പ്രയാസം വരുമ്പോൾ അത് കണ്ടു ചിരിക്കാൻ ഒരുപാട് ആളുകൾ കാത്തു നിൽപ്പുണ്ടാകും. ഇന്നത്തെ കാലം അങ്ങനെയാണ്. പണ്ട് കാലം എല്ലാവരും നമ്മളെ കുഴപ്പമില്ലത്, അത് നാട്ടിലെ മനുഷ്യന്മാരെ കുഴപ്പം. ആർക്കെങ്കിലും ഒരു പ്രയാസം വരും എന്ന് കാണുമ്പോൾ അതിൽ സന്തോഷിക്കാം. സുഖം തന്നെ അല്ലേന്ന് വെച്ചാൽ ഇപ്പൊ സുഖമൊന്നുമില്ല എന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്ന എത്ര മനുഷ്യന്മാരുണ്ടെന്ന് അറിയോ? നമ്മൾ പറയാൻ നല്ല റാഹത്ത്, ഒരു കുഴപ്പമില്ല, ഇതല്ലല്ലോ ഇപ്പൊ എനിക്ക് കേൾക്കേണ്ടത്. അപ്പൊ ചോദിച്ചത് വല്ല കുഴപ്പമൊക്കെ ഉണ്ടെങ്കിൽ കേൾക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ റാഹത്താന്ന് പറയുമ്പോൾ പിന്നെ വലിയ ആവേശമൊന്നും ഉണ്ടാവില്ല. അങ്ങനത്തെ എത്ര മനുഷ്യന്മാരുണ്ട്. കുട്ടീൻ്റെ കല്യാണം എന്തായി? അതിപ്പോ ഒന്നും ശരിയായിട്ടില്ല. അങ്ങനെ ഒന്നും ഓരോ മുടക്കം പറഞ്ഞു പോവാ ഉള്ളില്. തന്നെ ഇപ്പൊ ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനത്തെ എത്ര ആൾക്കാരുണ്ട്. മൂപ്പര് പറയാണ്, ശരീരമേ, നിനക്കൊരു ദുരന്തം വന്നാൽ അതിൽ സന്തോഷിക്കാൻ കാത്തിരിക്കുന്ന എന്ന് പറയും. നബി തങ്ങൾ ദുആ ചെയ്തിട്ടുണ്ട്, റബ്ബേ, ഞങ്ങൾക്കൊരു അപകടം പറ്റി ഞങ്ങളുടെ ശത്രുക്കൾ ഞങ്ങളെ കൊണ്ട് സന്തോഷിക്കുന്ന അവസ്ഥ വരുത്തരുതേ റബ്ബേ. എനിക്കൊരു ദുരന്തം വന്ന് എൻ്റെ 5 മക്കളും മരിച്ചുപോയതിൽ സന്തോഷം കൊള്ളാൻ കാത്തിരിക്കുന്നവരോട് ശരീരമേ, നീ ഒന്ന് ധീരമായി പറയണം, കാലങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരന്തങ്ങളിൽ കിടന്ന് പെടയുന്നവനല്ല അബൂ ദുഐബുൽ ഹുദലി എന്ന്. എനിക്കതൊന്നും വിഷയം. 5 മക്കൾ പോയില്ലേ, എൻ്റെ തടി ബാക്കിയുണ്ടല്ലോ, അൽഹംദുലില്ലാഹ്, എനിക്കതൊന്നും വിഷയമല്ല. എന്നിട്ട് പറഞ്ഞൊരു വാക്കാണ്, അത് നമ്മളെപ്പോഴും ഓർക്കുന്ന, ചാലിമ്യങ്ങൾക്ക് ഓർമ്മയുള്ളൊരു വരി, വഇദൽ മനീയതു അൻശബത് അദ്ഫാറഹാ അൽഫൈത കുല്ല തമീമത്തിൻ ലാ തൻഫഉ. മരണത്തിന്റെ കൂർത്ത നഖങ്ങളെങ്ങാനും ഒരാളെ പിടിച്ചു മുറുക്കിയാൽ, ഒരു ഏലസ് കൊണ്ടും ഒരു മന്ത്രി ചൂതി കൊടുത്താലും മരണത്തെ തട്ടിമാറ്റാൻ കഴിയില്ല. മരണത്തിന് മന്ത്രിച്ചു കൊടുത്ത കാര്യമില്ല. അത് അല്ലാഹുവിന്റെ ഖളാ അവിടെ സംഭവിക്കുക തന്നെ ചെയ്യും. അജലാണത്. രോഗത്തിന് അല്ലാഹു ദുആ കൊണ്ട് ശിഫ തരും. അൽഫൈത കുല്ല തമീമത്തിൻ ലാ തൻഫഉ. മനിയത്ത് എന്ന് പറഞ്ഞാൽ മരണം എന്നാണ്. وإذا المنية أنشبت أظفارها ألفيت كل تميمة لا تنفع. ഏലസ് എന്നാണ് തമീമത്തിന് ഏലസ് എന്ന് പറയുന്നത്. ഏലസിലെ ഖുർആൻ ഓതിയിട്ട് ദിക്റുകളും തഹസ്സുനിന്റെ വാക്കുകളൊക്കെ എഴുതിയിട്ട് കിട്ടുന്നത്. ഏലസ് കെട്ടിൽ നിബിതങ്ങൾ നിരോധിച്ചു എന്ന് പറയുന്ന ഹദീസൊക്കെ ഷിർക്കുമായി ബന്ധമുള്ള ഏലസുകൾ എന്നാണെന്ന് ആ ഹദീസിനെ വ്യാഖ്യാനിച്ച പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. വെറുതെ ഇങ്ങനെ പറയാം അത് ഹറാമാണ്, അത് അങ്ങനെയാണ്, ഷിർക്കാണെന്ന് പറഞ്ഞിട്ട്. മഹാനായ സൈനുൽ ആബിദീൻ തങ്ങളുടെ ഒരു റിവായത്ത് തന്നെ ഉണ്ട്, ലാ ബഅസ ബിഹി, അത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന് ഒരു വിരോധമില്ല. ശർഈയായ അദ്കാറുകൾ ഒരു മനുഷ്യന്റെ ദേഹത്ത് തഹസ്സുൻ, സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അല്ലാഹുവിൽ നിന്ന് രക്ഷ കിട്ടാനുള്ള സബബായിട്ട് ഒരു മുഅ്മിൻ, അല്ലാഹുവിൽ വിശ്വസിക്കുന്ന ഒരു മുഅ്മിനായ മനുഷ്യൻ അത് ചെയ്യുന്നുള്ള ഒരു കുഴപ്പമില്ല. അങ്ങനെ ചെയ്യുന്നവരപ്പം പറ്റും. മറ്റേ ഹദീഥം കൊണ്ടുള്ള തമീമത്ത് കെട്ടിയാൽ ആ തമീമത്ത് ചെയ്യുന്നവർ ശിർക്കാ ചെയ്യുന്നത്. അത് ജാഹിലിയ കാലത്ത് ചെയ്തിരുന്ന ഒരു പണി ഉണ്ടായിരുന്നു. അവർക്കൊരു ആലസ് ഉണ്ടായിരുന്നു, അവരുടെ മന്ത്രങ്ങളും അവരുടെ ദൈവങ്ങളുടെ പേരുകൾ എഴുതിയിട്ട്. ആ പരിപാടിയെയാണ് തങ്ങൾ എതിർത്തതെന്നും ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞതെന്നും മഹാന്മാർ ഇതിനെ സംബന്ധിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. വസ്വാസം ഉണ്ടെങ്കിൽ തിരുത്താൻ വേണ്ടി പറഞ്ഞുതരാം. നമ്മുടെ ശരീരം ഇതൊരു സ്പോഞ്ചാണ്. ആ ശരീരത്തിന് നമ്മൾ ഒരുപാട് പ്രതീക്ഷ കൊടുത്താൽ ആ ശരീരം പ്രതീക്ഷയിൽ മുന്നോട്ട് വരും. ആ ശരീരത്തിന് കുറച്ചു മതി, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടണം എന്ന് ശരീരത്തെ നമ്മൾ നിർബന്ധിച്ചാൽ ശരീരം അതിന് വഴങ്ങുകയും ചെയ്യും.
അതുകൊണ്ട് അല്ലാഹുവേ, നീ എന്തെല്ലാം കൊണ്ടുപോയാലും ഒരുപാട് ബാക്കി വെച്ചിട്ടുണ്ടല്ലോ എന്ന് ചിന്തിച്ച് സ്വന്തം ശരീരത്തെ സമാധാനിപ്പിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് എന്ന് ഈ വരികളിലൂടെ അബൂ ദുഐബുൽ ഹുദലി എന്നവര് സ്വഹാബിയാവാൻ വന്നതാണ്. ഭയങ്കര സങ്കടത്തിൽ പറഞ്ഞ വാക്കുകളാണ് അദ്ദേഹം ഇത്. പുന്നാരി നബിയെ ഒന്ന് കാണണം. മൻ സ്വഹിബ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുഅ്മിനൻ വലൗ ലഹ്ളതൻ, ഒരു സെക്കൻഡെങ്കിലും ഹബീബിന്റെ കൂടെ മുഅ്മിനായി ആ സദസ്സിലിരുന്നാൽ, ഹബീബിനെ കാണാൻ പറ്റാത്ത, കണ്ണ് കാണാത്ത സ്വഹാബിമാരുണ്ട്. കാണാൻ പറ്റിയില്ലെങ്കിലും പ്രശ്നമില്ല, ഹബീബിന്റെ മജ്ലിസിലിരിക്കണം. അങ്ങനെ ഇരുന്നാൽ കിട്ടുന്ന പദവിയാണ് മൻസിലത്തു സ്വഹാബ, സ്വഹാബികളുടെ സ്ഥാനം എന്ന് പറയുന്നത്. അത് ലഭിക്കാതെ പോയ സങ്കടത്തിലാണ് മഹാനായ അബൂ ദുഐബുൽ ഹുദലി എന്നവരും അബൂ മുസ്ലിമുൽ ഖൗലാനി തങ്ങളും. അങ്ങനെ നഷ്ടപ്പെട്ടതിലെ സങ്കടം നഷ്ടപ്പെട്ടതിനെ സങ്കടപ്പെടുക എന്ന് പറഞ്ഞാൽ സങ്കടപ്പെട്ടിരിക്കല്ല, നമ്മളത് വീണ്ടെടുക്കാനുള്ള പണി ചെയ്യണം. റജബിലാണ് നമ്മൾ ഇരിക്കുന്നത്, നല്ലൊരു സമയമാണ്, ചിന്തിക്കേണ്ട സമയമാണ്. ഇമാം സമആനി റഹ്മഹുല്ലാ, ഹദീസ് പണ്ഡിതന്മാരിൽപ്പെട്ട ഒരു മഹാനായ പണ്ഡിതൻ, മഹാനായ ഇബ്നു ഖലഫ് തങ്ങളുടെ അടുത്തേക്ക് പോയ കഥ പറയുന്നുണ്ട്. ഇബ്നു ഖലഫ് മിൻ മശാഹീരിൽ മുഹദ്ദിഥീൻ, അഹ്മദ് ഇബ്നു ഖലഫ് എന്നറിയപ്പെടുന്ന മഹാപണ്ഡിതൻ ഹദീസ് പഠിക്കാൻ വേണ്ടി ചെന്നതാ. ഇബ്നു ഖലഫ് തങ്ങളുടെ അടുത്ത് ചെന്നപ്പോ ദഖൽതു നൈസാബൂർ, നൈസാബൂരിലേക്ക് ഞാൻ എത്തി, ഇറാനിന്റെ മേൽഭാഗം. വഅന അഅദു ഇലാ ബൈതി അഹ്മദ് ഇബ്നു ഖലഫ്, അഹ്മദ് ഇബ്നു ഖലഫ് എന്ന് പറയുന്ന ഹദീസിന്റെ മഹാശൈഖ്, അയാളുടെ വീട്ടിലേക്കാണ് ഞാൻ ഓടി ചെല്ലുന്നത്. വഴിയിൽ ചെന്നപ്പോൾ ഒരു ശിഷ്യനെ കണ്ടു. ശിഷ്യനോട് ഞാൻ പറഞ്ഞു, ഉസ്താദ് ഇവിടെ. ഫഅതബനി, ശിഷ്യൻ പറഞ്ഞു, ഇപ്പോഴാണ് നമുക്ക് വരാൻ തോന്നിയത്, ഇതുവരെ നിങ്ങൾ എവിടെയായിരുന്നു? എന്നെ കുറെ ചീത്ത പറഞ്ഞു. ഇത് പറഞ്ഞു, തആൽ ഉത്ഇമുക അവല, ഞാൻ ഭക്ഷണം തരാം, അങ്ങോട്ട് വരി, ആദ്യം ഭക്ഷണം കഴിക്കട്ടെ, എന്നിട്ട് ഉസ്താദിനെ കാണാം. അത് ഞാൻ പറഞ്ഞത്, ഇപ്പോഴാണോ വരുന്നത് എന്നോട് ചീത്ത പറഞ്ഞു. എനിക്ക് ഭക്ഷണം തന്നു. അങ്ങനെ ഫഖദ്ദമ തുആമൻ വഅകൽനാ, ഭക്ഷണമൊക്കെ കഴിച്ചു. എന്നിട്ട് അഹ്മദ് ഇബ്നു ഖലഫ് തങ്ങളുടെ മസ്മൂആത്തുകളെ, ഹദീസിന്റെ റിവായത്തുകൾ എനിക്ക് കാണിച്ചു തന്നു. എന്നിട്ട് പറഞ്ഞു, മാത്, ഞങ്ങളുടെ ഷെയ്ഖ് മരണപ്പെട്ടു പോയി. വദഫന്നാ, ആ ഷെയ്ഖിനെ ഞങ്ങൾ മറവ് ചെയ്തു കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോ ഫഖാദത്ത് മറാറതി തൻഷഖു ലിഫൗത്തി ഷെയ്ഖ്, മഹാനവറുകളെ കാണാത്തതിലെ സങ്കടം കൊണ്ട് എന്റെ സങ്കടത്തിന്റെ കൈപ്പുനീർ എന്നെ തന്നെ പിളർത്തുമാറായി എന്ന് മഹാനായൊരു ഹദീസ് പണ്ഡിതൻ പറഞ്ഞ കഥ ഇമാം സമആനി തങ്ങൾ ഉദ്ധരിക്കുന്നു. ഖതീബുൽ ബഗ്ദാദി, ലോകപ്രസിദ്ധനായ പണ്ഡിതൻ, അവരുടെ കിതാബുണ്ട്, കിതാബുർ റിഹ്ല. റിഹ്ലയിൽ ഒരുപാട് ഹദീസ് പണ്ഡിതന്മാരുടെ ചരിത്രങ്ങൾ മഹാനായ ഖതീബുൽ ബഗ്ദാദി തങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട്. അതിൽ അബ്ദുല്ലാഹി ഇബ്നു ദാവൂദുൽ ഖറൈബി റളിയല്ലാഹു അൻഹു റഹ്മത്തുള്ളാഹി അലൈഹി ബസ്രയിലേക്ക് പോയ കഥ പറയുന്നുണ്ട്. ഞാൻ ബസ്രയിലേക്ക് പോയത് ഇറാഖിൽ, ഷാമിൽ നിന്ന് ഇറാഖിലേക്ക് യാത്ര പോയത് മഹാനായ ഇബ്നു ഔൻ തങ്ങളെ കാണാനാണ്. അങ്ങനെ ഇറാഖിലേക്ക് ദിജലയിൽ നിന്ന് പാലം കയറണം, ദിജല പാലം കടന്ന് മുറിച്ചു കടക്കണം. ദിജല ബനൂദാറ എന്ന് പറയുന്ന ഒരു ബ്രിഡ്ജ്, അന്നത്തെ ഒരു ഖന്തറ, ആ പാലം കഴിഞ്ഞ് ഞാൻ ഇബ്നു ഔൻ തങ്ങളെ കാണാൻ വേണ്ടി അങ്ങോട്ട് വന്നപ്പോൾ ഫദഖലനി മല്ലാഹു ബിഹി അഅലം, ഞാൻ അറിയുന്നത് തലഖാനി നഅയു ഇബ്നു ഔൻ, ഇബ്നു ഔൻ എന്നവരെ വഫാത്തായി എന്ന സങ്കടത്തിന്റെ വിവരമാണ് കിട്ടുന്നത്. അതുകൊണ്ട് എനിക്കുണ്ടായ വേദന വല്ലാത്ത വേദനയാണ്. ഒരു പണ്ഡിതനെ കാണാൻ കഴിഞ്ഞില്ലല്ലോ, അതൊരു വേദനയാണ്. നമ്മൾ പത്തിപ്പറ്റ സ്ഥാനത്തിനൊക്കെ പരിചയപ്പെട്ട് ചില ആൾക്കാരൊക്കെ പറയും, അറിഞ്ഞില്ല, വഫാത്തായതിന്റെ ശേഷം അറിയണത്. അങ്ങനെ ഒരു മഹാൻ നമ്മുടെ അടുത്ത്, ഈ വളാഞ്ചേരിക്കടുത്ത് നമ്മുടെ ഈ റോട്ട് കൂടെ പോയാൽ എത്താവുന്ന സ്ഥലത്ത് അങ്ങനെ ഒരു മഹാൻ ജീവിച്ചിരിപ്പുണ്ടായിട്ട് കാണാൻ പറ്റിയില്ലല്ലോ. സ്ഥാനത്തിനെ കണ്ടവരുണ്ടെങ്കിൽ കൈപൊക്കിയാട്ടെ. പത്തിപ്പറ്റ മൊഹീദ്ദീൻ കുട്ടി മുസ്ലിയാരെ കൈപൊക്കാത്തവരിവിടെ ഉണ്ട്. ഇതിനർത്ഥം എന്താ വെച്ചാൽ കാണാൻ പറ്റിയിട്ടുണ്ടാവില്ല അല്ലേ, പല ഗൾഫിലായിരിക്കും, അറിഞ്ഞിട്ടുണ്ടാവില്ല. അങ്ങനെ ഒരു വലിയൊരു മഹാൻ നമ്മുടെ മുമ്പിൽ ജീവിച്ചു പോയി എന്ന് പറഞ്ഞിട്ട് അറിയാം. പിന്നെ നമുക്ക് ഭയങ്കര സങ്കടം, പ്രച്ചോനെന്ന് കാണാൻ പറ്റിയില്ലല്ലോ, അല്ലാഹു എന്ന് കൂടാൻ പറ്റിയില്ല, ഒന്ന് സലാം പറയാൻ പറ്റിയില്ലല്ലോ, അവരുടെ മജ്ലിസിലൊന്നും ഇരിക്കാൻ പറ്റിയില്ലല്ലോ. സങ്കടം വേണമെന്നാണ് ദീനിന്റെ വിഷയത്തിൽ, സങ്കടം വേണം. ചിലർ സങ്കടപ്പെടും, ഒരു ഉദ്ഘാടനത്തിന് ഫിലിം സ്റ്റാർ വന്നിരുന്നു, സെൽഫി എടുക്കാൻ കിട്ടിയില്ലല്ലോ പഠിച്ചോനെ എന്ന് പറഞ്ഞിട്ട്. പെൺകുട്ടികളൊക്കെ പുരുഷന്മാരുടെ അടിയിലേക്കൊക്കെ വന്നിട്ട്, ഇതാ സാറേ ഒരു ഫോട്ടോ എടുക്കട്ടെ, ഒരു സെൽഫി എടുക്കട്ടെ. നമ്മുടെ കുട്ടികളൊക്കെ എന്തൊരു വലിയ ദുരന്തമാണല്ലേ, പാടുണ്ടോ ഇല്ലേ എന്ന് പോലും അറിയാത്ത വിധം കാര്യങ്ങളൊക്കെ അവതാളത്തിലായിപ്പോയി. ഒരു പെണ്ണിനത് ചെയ്യാൻ പറ്റില്ല, പുരുഷന്മാരുടെ ഇടയിലേക്ക്, അന്യപുരുഷരുടെ ഇടയിലേക്ക് ഒരു മുഅ്മിനത്തായ പെണ്ണിന് ചെയ്യാൻ പാടില്ല എന്ന് പോലും അറിയില്ല. എന്ന് മാത്രമല്ല, സെൽഫി എടുക്കട്ടെ എന്ന് പറഞ്ഞത് നടന്മാരോ ഏതെങ്കിലും ആക്ടറോ ഏതെങ്കിലും സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ തല കാണിച്ചു കൊടുത്തവരൊക്കെ ആയിരിക്കും. എന്നിട്ട് പോലും അതൊക്കെ നഷ്ടമാകുമ്പോൾ സങ്കടപ്പെടുന്ന എത്ര ആൾക്കാരുണ്ട്. ലോകകപ്പ് കാണാൻ പറ്റിയില്ലല്ലോ, എനിക്കന്ന് പനി പിടിച്ചോയല്ലോ, അല്ലെങ്കിൽ ഞാൻ ഹോസ്പിറ്റലിലായിപ്പോയല്ലോ,
മുഅ്മിന് സങ്കടപ്പെടേണ്ടത് ഇതിനല്ല. മുഅ്മിനീങ്ങൾ സങ്കടപ്പെടേണ്ടത് അവരെ കൈപിടിച്ച് അല്ലാഹുവിലേക്ക് നയിക്കാൻ കഴിയുന്ന മഹാപണ്ഡിതന്മാർ, സ്വാലിഹീങ്ങൾ, ആരിഫീങ്ങൾ, ഔലിയാക്കന്മാർ, അവരെ കാണാൻ പറ്റിയില്ലല്ലോ, അവരുടെ ദർസിൽ ഇരിക്കാൻ പറ്റിയില്ലല്ലോ, അവരുടെ ക്ലാസ് കേൾക്കാൻ പറ്റിയില്ലല്ലോ. ഇതിനാണ് അവരെ കാണാൻ പറ്റില്ലല്ലോ, ഇതിന് സങ്കടപ്പെടണമെന്നാണ്. യാ അല്ലാഹ്. ഇമാം അഅ്മശ് എന്നവരുടെ മുമ്പിലേക്ക് ഒരാൾ വന്നിട്ട് പറഞ്ഞു, യാ അബാ മുഹമ്മദ്, അബൂ മുഹമ്മദ് എന്നവരെ, അഅ്മശ് എന്നവരെ ഹദീസ് പണ്ഡിതനാണ്. ഇക്തറൈതു ഹിമാറൻ ബിനിസ്ഫി ദിർഹമിൻ. അപ്പോൾ അഅ്മശ് എന്നവരുടെ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്. ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഇയാൾ വരുന്നത് ഇപ്പോൾ പറയണം, അഅ്മശ് എന്നവരെ, നിസ്ഫ് ദീനാർ, നിസ്ഫ് ദിർഹം, ഒരു വെള്ളി നാണയത്തിന്റെ പകുതി, അരനാണയം വാടകക്കെടുത്തിട്ടാണ് ഞാൻ ഈ കഴുതപ്പുറത്ത് നിങ്ങളുടെ അടുത്തേക്ക് ഹദീസ് പഠിക്കാൻ വേണ്ടി വന്നത്. ഹദീസ് ഒന്ന് പറഞ്ഞു തരുമോ? എന്നിട്ട് ആലിമീങ്ങളൊക്കെ ഒന്ന് സ്ട്രിക്റ്റ് ആക്കും, ഇത് വിലയുള്ള സാധനമാണ്, ഇതങ്ങനെ വാരിക്കോരി കൊടുക്കാൻ പറ്റൂല. അഅ്മശ് എന്നവർ പറഞ്ഞു, അര ദിർഹമിന് വന്നതല്ലേ, നീ തിരിച്ചൊരു അര ദിർഹം എടുത്ത് വേറെ കഴുതെടുത്ത് പോയിക്കോ, ദർസ് കഴിഞ്ഞിക്കണെന്ന് പറഞ്ഞു. സമയത്ത് എന്താ എത്താതിരുന്നത് എന്ന്. അത് എത്താൻ പറ്റുന്ന ഒരാൾ സമയത്തെത്താത്തതിന് മഹാൻ കൊടുത്ത ശിക്ഷയായിരുന്നു. അല്ലാമ ഇബ്നു ഉയൈന മഹാനവറുകളെ കാണാൻ വേണ്ടി ഒരാൾ വന്നു. അപ്പോഴേക്കും ഷെയ്ഖ് എന്നവര് ഹദീസിന്റെ മത്തിനെത്തിയിട്ടുണ്ട്, സനദൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഈ ഹദീസിന്റെ സനദ് ഒരു വലിയ പഠനമാണ്. അപ്പൊ നമ്മൾ ഹദീസ് പഠിക്കുമ്പോൾ അധികം മത്തിനാണ് ശർഹ് ചെയ്യുക. ശരിക്കും ഹദീസിന്റെ സനദുകൾ, സനദിലെ ഓരോ റാവിയെ സംബന്ധിച്ചും താബിഈനെ കുറിച്ചും അവരുടെ തർജുമ എന്ന് പറഞ്ഞാൽ ബയോഗ്രഫി, അവരുടെ ജീവചരിത്രം, ഇത് വലിയൊരു ഇൽമാണ്. ആ ഇൽമ് ചിലപ്പോൾ നമുക്ക് കിട്ടാതെ പോകുന്നുണ്ടാവും. ഹദീസ് പഠിക്കുക എന്ന് പറയുന്നത് മത്തിന് മാത്രമല്ല, മത്തിനാണ് ഹദീസ്, ശരിയാണ്. പക്ഷെ ആ ഹദീസ് നമ്മിലേക്ക് വന്ന വഴി എന്ന സനദ് വലിയ പ്രാധാന്യമുള്ളൊരു സംഗതിയാണ്. ഇപ്പോൾ സനദിനെ സംബന്ധിച്ചൊക്കെയാണ് ഹദീസ് പണ്ഡിതന്മാർ വലിയ ചർച്ച ചെയ്യുക. അപ്പോൾ നമ്മുടെ നാടുകളിലും പിന്നെ നോർത്ത് ഇന്ത്യയിലൊക്കെ വലിയ വലിയ ഹദീസ് പണ്ഡിതന്മാരുണ്ട്. അവരുടെയൊക്കെ പ്രധാന ചർച്ച സനദിൽ വന്ന റാവിമാരുടെ വിഷയമാണ്. അത് വലിയൊരു ഇൽമാണ്. അപ്പോൾ ഇബ്നു ഉയൈന തങ്ങളുടെ മുമ്പിലേക്ക് ഈ ഒരു ആൾ വന്നപ്പോഴേക്കും സനദിന്റെ ചർച്ച കഴിഞ്ഞിട്ടുണ്ട്, മത്തിനിലാണ് നിൽക്കുന്നത്. അപ്പൊ അയാൾ പറഞ്ഞു, ആ മത്തിന് ഞാൻ കേട്ടു ഷെയ്ഖ് അവറുകളെ, ഇബ്നു ഉയൈന തങ്ങളെ, എനിക്ക് ആ സനദ് ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു. പറഞ്ഞു, ബലഗത്ക ഹിക്മതുഹു വലസിമതക ഹുജ്ജതുഹു. ഹദീസ് ഞാൻ പറഞ്ഞല്ലോ, ആ ഹദീസിന്റെ മത്തിന് നീ മനസ്സിലാക്ക്, അതനുസരിച്ച് അമൽ ചെയ്യ്. ഇനി സനദ് മാറ്റി പറഞ്ഞ് നിനക്ക് വേണ്ടി ദർശെടുക്കാൻ എനിക്കിപ്പോ സമയമില്ല എന്ന് പറഞ്ഞ് ഇബ്നു ഉയൈന തങ്ങളെ ഒരാളെ ശാസിച്ചിട്ടുണ്ട്. എന്തിനെന്നറിയോ? ഇൽമിന്റെ സദസ്സിനൊക്കെ ഒരു നിലം വിലയുണ്ട്. അത് എപ്പോഴെങ്കിലും കയറി വന്ന് എപ്പോഴും കിട്ടും. അങ്ങനെ പഴംപൊരി ഉണ്ടാക്കി വെച്ച പോലെ കൊടുക്കുന്ന സാധനമല്ല. ദർസിനൊരു സമയമുണ്ട്, അതിനൊരു ടൈം ടേബിൾ ഉണ്ട്. അവിടെ ടൈമിനെത്തിയാലേ കിട്ടുള്ളൂ എന്ന് ഹദീസ് പണ്ഡിതന്മാർക്ക് ഹദീസിന്റെ ഒരു ഇസ്സത്ത് കാക്കാൻ വേണ്ടി ചെയ്തത്. അതൊക്കെ അവരെ ഇൽമു കൊടുക്കാതെ അവർ അതിൽ ഇൽമിന്റെ ഹെർമാൻ ചെയ്തു എന്ന് പറയരുത്. അതല്ല ഇതിന്റെ ഉദ്ദേശം. അവർക്കറിയാം ആരെയാണ് അവർ തഅദീബ് ചെയ്യുന്നത് എന്ന്. അലി ഇബ്നുൽ മദീനി ബസ്റക്കാരനാണ്, ഇറാഖുകാരനാണ്. മഹാനായ അലി ഇബ്നുൽ മദീനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ദർസ് കേൾക്കാൻ വേണ്ടി, ദർസ് പിറ്റേന്ന് ഉച്ചക്കായിരിക്കും, ആ ദർസ് കേൾക്കാൻ വേണ്ടി ബസ്റയുടെ പള്ളിയിൽ തലേന്ന് അസ്ർക്ക് വന്നിട്ട് ക്യാമ്പ് ചെയ്തിരുന്ന മഹാന്മാരായ പണ്ഡിതന്മാർ. അലി ഇബ്നുൽ മദീനി തങ്ങളുടെ ദർസ് കേൾക്കാൻ വേണ്ടി ഞങ്ങൾ അവരുടെ മസ്ജിദിലെത്തും അസ്ർ നിസ്കാരത്തിന്. എപ്പോഴാണ് ക്ലാസ് എന്നറിയോ? പിറ്റേന്നാണ്. പക്ഷെ പിറ്റേന്ന് വന്നാൽ ഷെയ്ഖ് കേൾക്കാൻ മാത്രം ഷെയ്ഖിന്റെ അടുത്തിരിക്കാൻ സീറ്റ് കിട്ടൂല. അപ്പൊ തലേന്ന് അസ്റിന് തന്നെ വന്നിരിക്കും. അങ്ങനത്തെ പണ്ഡിത ലോകം. അത് കിട്ടാതെ പോകുമോ എന്ന സങ്കടത്തിന് തലേന്ന് വന്ന് ബുക്ക് ചെയ്യാൻ. യാ അല്ലാഹ്, നമ്മൾ ഡോക്ടർമാരപ്പോൾ ബുക്ക് ചെയ്യും. അപ്പോയിന്റ്മെന്റ് കിട്ടാത്തവരാണെങ്കിൽ നേരത്തെ പോയിട്ട് അവിടെ ക്യൂ നിൽക്കും അല്ലേ? എൽമിന് വേണ്ടി ഇങ്ങനെ ക്യൂ നിൽക്കാറുണ്ടോ? നമ്മൾ ആരെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ജാബിർ റളിയല്ലാഹു അൻഹു ഒരു ഹദീസ് പഠിക്കാൻ വേണ്ടി ഈജിപ്തിലേക്ക് യാത്ര പോയിട്ടുണ്ട്. മദീനത്ത് നിന്ന് ഈജിപ്തിലേക്ക് പോകുന്നത് എത്ര ദൂരം പോകണം? യാറേ, കപ്പൽ കിട്ടിയപ്പോൾ കുറച്ച് ഷോർട്ടാവും, എന്നാലും അത്യാവശ്യമുണ്ട്. ജോർഡാനിന്റെ ബോർഡർ എത്തണ്ടേ, അഖബ കഴിയണ്ടേ ഈജിപ്തിലേക്ക് കടൽ കടക്കണമെങ്കിൽ. ഇല്ലെങ്കിൽ ഫലസ്തീൻ വഴി സീനാ മരുഭൂമി വഴി കരയിലൂടെ പോകണം. ഒറ്റ ഹദീസ് കേൾക്കാൻ. ആ സ്വഹാബി അന്ന് ജീവിച്ചിരിക്കുന്നത് ഈജിപ്തിലാണ്, കെയ്റോവിലാണ്. മൂപ്പരെ കാണാൻ വേണ്ടി ഒരു ഹദീസ് കേൾക്കാൻ വേണ്ടി യാത്ര പോയിട്ടുണ്ട് സ്വഹാബിമാർ. ഒറ്റ ഹദീസ്. നമ്മളിപ്പോൾ ഒരു ഇരുത്തത്തിൽ എത്ര ഹദീസ് കേൾക്കുന്നു? നമുക്ക് അതിന്റെ വല്ല നിലയും വിലയും തോന്നുന്നുണ്ടാവും. ഇതിനൊക്കെ വലിയ വിലയുണ്ട്. അലാ ഇന്ന സിൽഅത്തല്ലാഹി ഗാലിയ. അതുകൊണ്ട് നഷ്ടമാകുന്നത് തിരിച്ചെടുക്കാനുള്ളതാണ്. ജീവിതം വളരെ ചുരുങ്ങിയതാണ്. അതുകൊണ്ട് ഏറ്റവും ശ്രേഷ്ഠമായ അമലുകൊണ്ട് ഈ ജീവിതത്തെ സജീവമാക്കണമെന്ന് സ്വഹാബിമാർ പഠിപ്പിക്കാൻ. അതുകൊണ്ടാണ് പുണ്യ നബിയോട് ചോദ്യങ്ങൾ ചോദിക്കുന്നിടത്തെല്ലാം അയ്യുൽ അമാലി അഫ്ളലു, നബിയേ ശ്രേഷ്ഠമായ ഒരുപാട് അമലുണ്ട്, എന്നാൽ ഏറ്റവും ശ്രേഷ്ഠമായ അമൽ ഏതാണ് നബിയേ? എന്തിനാ സ്വഹാബിമാർ അങ്ങനെ ചോദിക്കാൻ കാരണം? ഗുഡ്, ബെറ്റർ, ബെസ്റ്റ് അല്ലേ? നല്ലത്, ഏറ്റവും, കുറച്ചുകൂടെ നല്ലത്, ഏറ്റവും നല്ലത്. അതാണ് ഇപ്പൊ ബെസ്റ്റ് നമ്മൾ പറയുന്നത്. ഏറ്റവും നല്ലത് ഏതാ നബിയെ? എന്താ ചോദിക്കാൻ കാരണം എന്നറിയോ? ആ അമല് അതങ്ങ് ധാരാളം ചെയ്യാലോ, ജീവിതം കുറച്ചല്ലേ ഉള്ളൂ.
അതുകൊണ്ടാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സ്വഹാബികളിലെ അല്ലാമത്തുൻ മിൻ ഉലമാഇ സ്വഹാബ, ശരീരം കൊണ്ട് വളരെ മെലിഞ്ഞവരായിരുന്ന അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് എന്നവര്, ഒരു മനുഷ്യൻ ഇരിക്കുന്ന ഹൈറ്റ് ഉള്ളൂ ഇബ്നു മസ്ഊദ് എന്നവർ നിന്നാലെന്നാണ്. നിങ്ങൾ ചേർന്നിരിക്കണില്ലേ, ഇബ്നു മസ്ഊദ് എന്നവർ നിർത്തിയാൽ നിങ്ങളുടെ തലയോളമേ ഉണ്ടാവുള്ളൂ, മൂപ്പര് നിന്നാൽ. അതുമാത്രമല്ല, ഒരു 35 കിലോ ഒക്കെ ഭാരം മഹാനവർക്ക്, അത്രയും വലിയ ആളായിരുന്നു. അന്നൊരു മരത്തിൻ്റെ മുകളിൽ അറാക്കുണ്ടല്ലോ, ഈ പല്ലേക്കുന്ന സാധനം, ആ ഒരു വടി മുറിക്കാൻ വേണ്ടിയിട്ട് ഒരു മരത്തിന്മ കയറിയപ്പോൾ കാറ്റടിച്ചപ്പോൾ മരം കണ്ട് പോയപ്പോൾ മൂപ്പരൊപ്പം അങ്ങനെ പോകുന്നു, ഇങ്ങനെ ആടിക്കളിക്കുക. കാരണം തീരെ വെയിറ്റില്ല. ഇത് കണ്ടപ്പോൾ സ്വഹാബിമാർ ചിരിച്ചു. അപ്പം നബി ഞങ്ങൾ ഇടപെട്ടു, മൂപ്പർക്ക് വെയിറ്റില്ല എന്നും കണ്ടിട്ട് ചിരിക്കുകയാണല്ലേ, നാളെ മീസാനിൽ വെച്ചാൽ ഉഹദ് മലയേക്കാൾ ഭാരമുള്ള ആളാണ് ഈ കനം കുറഞ്ഞ മനുഷ്യൻ എന്ന് മഹാനായ ഇബ്നു ഉമ്മി അബ്ദ് എന്ന് പറഞ്ഞ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങളെക്കുറിച്ച് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അതഅജബൂന മിൻ ഖിഫത്തി സാഖീഹി, ഇബ്നു മസ്ഊദ് തങ്ങളുടെ കാലിന്റെ വണ്ണം കുറഞ്ഞത് കണ്ട് നിങ്ങൾ ചിരിക്കുകയാണോ? ഫവല്ലാഹി ലഹുമാ അശദ്ദു ഫിൽ മീസാനി മിൻ ജബലി ഉഹുദിൻ, നാളെ മീസാനിലേക്ക് വെച്ചാൽ ഉഹദ് മലയേക്കാൾ ഈ കാലുകൾക്ക് ഭാരമുണ്ട്. ഇവിടെ സഅൽതു റസൂലല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുമായിരുന്നു. അങ്ങനെ ഒരിക്കൽ ചോദിച്ചു, അയ്യുൽ അമലി അഫ്ളലു നബിയേ, ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കർമ്മം എന്താണ് നബിയേ? ഖാല അസ്സലാത്തു അലാ മീഖാതിഹാ, അല്ലെങ്കിൽ അസ്സലാത്തു അലാ വഖ്തിഹാ, നിസ്കാരം അതിന്റെ സമയമായാൽ ഉടനെ ചെയ്യലാണ്. എന്തല്ല പെണ്ണുങ്ങൾക്ക് പരിപാടിയല്ല, അസ്ർ വരെ ഇങ്ങോട്ട് നീട്ടിക്കൊണ്ടുപോകുക. എന്നാൽ ഒരു ഒതുവുമ്പോൾ രണ്ടും കിട്ടുമല്ലോ. അസ്ർ ബോർഡറിൽ കൊണ്ടുപോയി നിസ്കരിക്കുക അല്ലേ, ജമ്മു സൂർ എന്നൊക്കെ ചില പുസ്തകന്മാർ പറയത്, അത് വെയിലിമ കൊണ്ടുവന്ന് നോക്കേ. അപ്പോൾ പറയും 10 ഉള്ളുമ്പോൾ എന്നാൽ നമ്മൾ അവിടെ ഇരിക്കാട്ടോ, എന്നിട്ട് എന്ത് ചെയ്യുക, അതും കഴിഞ്ഞിട്ട് എണീക്കുക. അപ്പം എന്താ ലുഹർ അങ്ങോട്ട് ലേറ്റായി പോയില്ലേ? അസ്ർ കിട്ടും ശരി തന്നെയാണ്, പക്ഷെ ആ ലുഹറിന് അങ്ങോട്ട് ലേറ്റാക്കി. വേണ്ട, എന്തൊക്കെ തിരക്കുണ്ടെങ്കിലും ഒരു 5 മിനിറ്റല്ലേ വേണ്ടു, വേഗം ഒതു കൊടുത്തിട്ട് കിണറ്റിന്ന് മുക്കൊന്നും വേണ്ടല്ലോ, പൈപ്പ് തിരിച്ചാൽ കിട്ടൂലേ ഒതു കൊടുക്കാൻ. അവനവൻ്റെ വീട്ടിൽ നിന്ന് പെണ്ണുങ്ങൾക്ക് നിസ്കരിച്ചൂടെ, ജോലി ചെയ്യുന്ന ഇടയിൽ വേഗം നിസ്കരിക്കുക, എന്നിട്ട് ബാക്കി നിങ്ങൾക്ക് കറി വെച്ചോളൂ, ഉപ്പേരി ഉണ്ടായിക്കോ, പപ്പടം പൊരിച്ചോ ഒക്കെ ചെയ്തോ. പക്ഷെ എന്ത് ചെയ്യാൻ, നിസ്കാരം നീട്ടിവെക്കണ്ട, അതിൻ്റെ സമയത്ത് തന്നെ ചെയ്തോളി. അത് ഏറ്റവും ശ്രേഷ്ഠമായൊരു അമല. അത് ഓരോ ദിവസം നഷ്ടപ്പെട്ട പിന്നെ എന്തുണ്ടാവും അവിടെ ചെന്ന് നോക്കിയാൽ? പിന്നെ മീൻകറിയും ഇറച്ചി വെച്ചൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ, നിസ്കാരം ഒന്നും കിട്ടാണ്ടാവില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക, നിസ്കാരം അതിൻ്റെ നേരത്ത് ചെയ്യാൻ, ബാക്കിയുള്ളതിന് അതിനർഹിക്കുന്നത് കൊടുത്താൽ മതി. സ്വലാത്തു അലാ മീഖാതിഹാ, ഇത് പറഞ്ഞപ്പോൾ ഞാൻ നബിയോട് ചോദിച്ചു, നബിയെ അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണ്? എന്തിനായി ശ്രേഷ്ഠമായത് ചോദിക്കുന്നത്? ഇനി തിരഞ്ഞെടുക്കാൻ സമയമല്ല, ഏറ്റവും മുന്തിയത് അത് വാങ്ങിക്കുക, പിന്നെ വേറെ കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ലല്ലോ. പിന്നെ ഏതാണ് നബിയെ എന്ന് ചോദിച്ചപ്പോൾ ബിർറുൽ വാലിദൈൻ, മക്കളെല്ലാം അവരവരുടെ മാതാപിതാക്കൾക്ക് ചെയ്തു കൊടുക്കുന്ന നന്മയാണ് ഏറ്റവും വലിയ രണ്ടാമത്തെ അമല്. നിസ്കാരം കഴിഞ്ഞാൽ ഏറ്റവും വലിയ അമല് പിന്നെ ബിർറുൽ വാലിദൈൻ, ഉമ്മയെ വാപ്പയെ ഖിദ്മത്ത് ചെയ്യലാണ്, അവരെ സന്തോഷിപ്പിക്കലാണ്. പിന്നെ ഞാൻ ചോദിച്ചു, സുമ്മ അയ്യു, പിന്നെ എന്താണ് നബിയെ? ഖാല അൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ കഠിനാധ്വാനം ചെയ്യലാണ്. അത് സമ്പത്ത് കൊണ്ട്, ശരീരം കൊണ്ട്, ത്യാഗം കൊണ്ട്, ഒരു യുദ്ധമാസന്നമാവുകയാണെങ്കിൽ ജീവൻ കൊടുത്തുകൊണ്ട്, ഇങ്ങനെയൊക്കെ ജിഹാദ് നടക്കും. അൽ ജിഹാദ് ഫീ സബീലില്ലാഹ്. فسكت عن رسول الله صلى الله عليه وسلم ولو استزدته لزادني, പിന്നെ നബി തങ്ങളൊന്നും മിണ്ടിയില്ല. ഞാൻ നബിയോട് പിന്നെ എന്താണ് എന്ന് ചോദിച്ചിരുന്നെങ്കിൽ നബി തങ്ങൾ എനിക്ക് പറഞ്ഞു തരുമായിരുന്നു എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ച ഹദീസാണിത്. ഏതാണ് നബി ഏറ്റവും ശ്രേഷ്ഠമായത്? സ്വഹാബികളുടെ ചോദ്യം നോക്കണം. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു, ഇമാം ബുഖാരി തന്നെ ഉദ്ധരിച്ച ഹദീസാണ്, അബൂ ഹുറൈറ തങ്ങളുടെ ഹദീസ്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സുഇല, ഹബീബായ നബിയോട് ചോദ്യം ചോദിക്കപ്പെട്ടു. എന്താ ചോദ്യം? അയ്യുൽ അമലി അഫ്ളലു, ഏറ്റവും ശ്രേഷ്ഠമായ ഏറ്റവും നല്ല അമൽ ഏതാ നബിയേ? ഏറ്റവും നല്ല അമൽ ഏതാ? അൽ ഈമാനു ബില്ലാഹി വറസൂലിഹി, അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും ഖൽബിൽ ഈമാൻ ഉണ്ടാവലാണ്. ഏറ്റവും നല്ല ഖൽബിയായ അമലാണ് അവർ പറഞ്ഞു കൊടുക്കുന്നത്. സുമ്മ മാദാ, പിന്നെ എന്താണ്? അൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി ത്യാഗം ചെയ്യലാണ്. സുമ്മ മാദാ, പിന്നെന്താ നബിയേ? ഹജ്ജുൻ മബ്റൂർ, സ്വീകാര്യമായ ഹജ്ജാണ് എന്ന് പുണ്യ നബി. അല്ലാഹു നമുക്കൊക്കെ അതിനെ തൗഫീഖ് ചെയ്യട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. അബൂ മൂസ റളിയല്ലാഹു അൻഹു അൽ അശ്അരി, യമനിയായ അബൂ മൂസ റളിയല്ലാഹു അൻഹു പറയുന്നു, യഖാലു യാ റസൂലല്ലാഹ് അയ്യുൽ ഇസ്ലാമി അഫ്ളലു,
നോക്കണം ചോദ്യങ്ങളുടെ രീതി. ഇസ്ലാമിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണ് നബിയെ? ഇസ്ലാം ഇത് അഭിമാനമുള്ളൊരു മതമാണ്. ഇതിന്റെ ഏറ്റവും നല്ല സ്വഭാവം ഏതാണ്? ഇസ്ലാമിലെ ഏറ്റവും മുന്തിയ സ്വഭാവം എന്താണ്? അതാണ് ചോദ്യം. മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. ഏതൊരു മനുഷ്യന്റെ നാവിൽ നിന്നും വിരൽ തുമ്പിൽ നിന്നും, കൈയെന്ന് പറഞ്ഞ ഒരു മനുഷ്യന്റെ ശക്തി, ഊക്ക്, അക്രമം. ഇന്നത്തെ ഫേസ്ബുക്കൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന സാധാരണ ആ യദിഹി വല്ലാത്ത അർത്ഥമാണല്ലേ. അവനവന്റെ കയ്യിൽ നിന്നും നാവിൽ നിന്നും രക്ഷപ്പെട്ട ആള്. ഒന്നുകിലും ലൈവ് ചെയ്യും വായ കൊണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും എഴുതി പോസ്റ്റ് വിടും. അത് വിരലുകൊണ്ടല്ലേ ടൈപ്പ് ചെയ്യുക. കയ്യിൽ നിന്നും നാവിൽ നിന്നും ആ ഒരു ഹദീത്തിന്റെ പ്രസക്തി ഞാൻ ആലോചിച്ചു പോവുക. മുമ്പ് യദ് എന്ന് പറഞ്ഞാൽ പിന്നെ കയ്യൂക്കി ഇടിക്കുക, കൊല്ലുക, ഇതൊക്കെ തന്നെയാണ്, ദുൽമാണ്. ഇന്ന് വലിയ ദുൽമ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് വിട്ടിട്ടാ വലിയ ദുൽമ. പെരി കുത്തർന്ന് ഇങ്ങനെ കടന്നിട്ട കരുത് വിടുക. എന്തൊരു കാലല്ലേ, വല്ലാത്ത അവസ്ഥയാണ്. അള്ളാഹുവിന്റെ ഹിഫ്ദ് നൽകട്ടെ. ഒരു ഉമ്മത്തിന്റെ വലിയ അദാബ് എന്ന് പറയുന്നത് അള്ളാഹു അവരുടെ ഹൃദയങ്ങളെ തമ്മിൽ വേർപിരിക്കലാണ്. അത് വലിയ അദാബാണ്, അത്രേ ഭയങ്കര വലിയ അദാബാണ്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. ഇസ്ലാമിലെ ഏറ്റവും ശ്രേഷ്ഠമായത് ആ മുസ്ലിമിന്റെ നാവിൽ നിന്നും കയ്യിൽ നിന്നും ബാക്കി എല്ലാ വിശ്വാസികൾക്കും സലാമത്ത് വേണം. അതാണ് ഇസ്ലാമിലെ ഏറ്റവും ശ്രേഷ്ഠമായ പണി. ഒരാൾക്കും തോന്നരുത് അയാൾ എന്നെ വെറുതെ മാനം കെടുത്തും, അയാൾ എന്നെ പറ്റി അപമാനിക്കും, അയാൾ എന്നെ പറ്റി എന്തെങ്കിലും എഴുതും എന്ന്. ആരെപ്പറ്റിയാണോ നിങ്ങൾക്ക് പേടിയുള്ളത് ആ മനുഷ്യൻ ഒരു ശരിയായ മുസ്ലിം അല്ല. എന്തിനാ ഇസ്ലാമിന്റെ പേരും പറഞ്ഞു എഴുതേണ്ടത്? വേറെ എന്തെങ്കിലും സംഘടന കൂടെ. മുസ്ലിമാണെങ്കിൽ ഒരു മുസ്ലിമിനെ വേദനിപ്പിക്കുന്നത് എഴുതാനോ പറയാനോ പാടില്ല. നിങ്ങൾക്ക് നന്നാവണം എന്നൊക്കെ തോന്നുന്നുണ്ടോ? സ്വകാര്യമായിട്ട് PM വരിക, പേഴ്സണൽ മെസ്സേജ് കൊടുക്കുക, ഫോൺ നമ്പറുമായിട്ട് സംഘടിപ്പിച്ച് സംസാരിക്കുക എന്നല്ലാതെ ഈ തുറന്ന കത്ത് എന്നൊക്കെ പറയില്ലേ, തുറന്ന ഗീബത്ത് എന്നതിൻ്റെ അർത്ഥം. തുറന്ന കത്ത് ഒരാളോട് പണ്ടൊരാൾ അങ്ങനെ പാണക്കാട് നിങ്ങൾക്ക് തുറന്ന കത്ത് എന്ന് പറഞ്ഞ് കണ്ട്, എന്തിനാ തുറന്ന ഗീബത്താണ്? നേരിട്ട് പറയണ്ടോ? നേരിട്ട് പറയാ. തുറന്ന ഗീബത്ത് എന്നതിൻ്റെ അർത്ഥം. നാട്ടുകാരെ മുഴുവൻ അറിയിച്ചിട്ടില്ല പോയി തുറന്ന കത്ത് പോവുക, പത്രത്തിലോ വലിയ സോഷ്യൽ മീഡിയയിലേക്കോ പോവുക. എന്തിന്? എനിക്കിപ്പോൾ നിങ്ങളോട് ഒരാളോട് സംസാരിക്കാനുണ്ടെങ്കിൽ ഞാൻ നേരിട്ട് നിങ്ങളോടല്ലേ ഇത് പറയേണ്ടത്? അപ്പോഴല്ലേ നിങ്ങൾ തിരുത്തുള്ളൂ. നിങ്ങളുടെ ഒരു തെറ്റ് തിരുത്തണമെന്നാണ് എൻ്റെ ഉദ്ദേശമെങ്കിൽ അത് നിങ്ങളോടാ പറയേണ്ടത്. അപ്പം നിങ്ങളത് അല്ല യൂട്യൂബിൻ്റെ കമൻറ്റിൽ വന്നിട്ട് എഴുതി പോവുക, ഫേസ്ബുക്കിൽ വന്നിട്ട് കമൻ്റ് ഇട്ട് പോവുക, അവനവൻ്റെ പേജിലിട്ടിട്ട് എഴുതി വിടുക. ഇതൊക്കെ ചെയ്യുന്നത് പച്ചയായ ഗീബത്ത്. അതൊന്നും ഒരു പൊരുത്തപ്പെടിക്കലൊന്നും നല്ല പൊരുത്തപ്പെട്ട് വരില്ല. കോടിക്കണക്കിന് മനുഷ്യന്മാരുടെ അക്കൗണ്ടിലേക്ക് അത് എത്തിയിട്ടുണ്ടാവും. അവരോടൊക്കെ പൊരുത്തപ്പെടിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? അവരോടൊക്കെ മനസ്സിൽ നിന്ന് മായ്ച്ചു കളയാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ? അപ്പോൾ ഒരൊറ്റ പോസ്റ്റ് കൊണ്ട് ജീവിതത്തിൽ മുഴുവൻ ചെയ്ത അമലുകൾ പോയിട്ടുണ്ടാവും. നിങ്ങൾ ആലോചിക്കേണ്ടത്, ഏത് സംഘടന, ഏത് ചിന്താഗതി ലോകത്ത് കൊണ്ടുവന്നാലും അതിൻ്റെ പിന്നിൽ സിന്ദാബാദ് വിളിക്കാൻ ആൾക്കാരെ കിട്ടും, ഒരു സംശയമില്ല. നിങ്ങളിപ്പോൾ എല്ലാ മനുഷ്യന്മാരും ചിത്ത പറയാൻ തീരുമാനിച്ചു, ഇന്ന് അതിനും കുറച്ച് ആൾക്കാരുണ്ടാവും ശരി തന്നെയാണെന്ന് പറഞ്ഞു, ഞങ്ങൾ മൂപ്പരപ്പാന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് ആ കിട്ടുന്ന സന്തോഷം മതിയോ നമുക്ക്? നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ രക്ഷപ്പെടണ്ടേ? നമ്മുടെ തെറ്റും കുറ്റവും അള്ളാഹു ഇതുപോലെ അങ്ങോട്ട് നാളെ പരലോകത്തിന്റെ വലിയ സ്ക്രീനിൽ അള്ളാഹുവിന് കാണിച്ചാൽ എന്ത് ചെയ്യും? അവിടെ ഉണ്ടാവില്ലൊരു ഡിസ്പ്ലേ. അള്ളാഹു അത് ഫളീഹത്താക്കുന്ന ഇത്തരം ആളുകൾക്ക്. അതുകൊണ്ട് മൻ തതബ്ബഅ ഔറാത്തിൽ മുഅ്മിൻ, മുഅ്മിനായ മനുഷ്യന്റെ സ്വകാര്യവും മുഅ്മിനായ മനുഷ്യന്റെ ഏതെങ്കിലും കുറ്റവും കുറവും ഇങ്ങനെ ക്യാമറ വെച്ച് ഒളിക്കണ്ണ് വെച്ച് തപ്പിപ്പരതി നോക്കി ഒരു മുഅ്മിനായ മനുഷ്യനെ അപമാനിക്കുവാൻ നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ തതബ്ബഅല്ലാഹു ഔറതഹു വഫളഹഹു ഫീ ഖഅരി ബൈതി. ആ മനുഷ്യന്റെ സ്വകാര്യത അള്ളാഹു വെളിച്ചത്ത് കൊണ്ടുവരും. ആ മനുഷ്യന്റെ വീട്ടിന്റെ നടുക്കളത്തിൽ വെച്ചുകൊണ്ടുപോലും അള്ളാഹു മനുഷ്യനെ അപമാനിക്കുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനീങ്ങളോട് കളിക്കേണ്ട, മുഅ്മിനീങ്ങളോട് അങ്ങനെ കളിക്കരുത്. അത് കുറച്ച് ഡേഞ്ചർ കളിയാണ്. അവരൊന്നും പറഞ്ഞില്ല എന്ന് വരും. പാവപ്പെട്ട ഉസ്താദ്മാർക്ക് പോസ്റ്റ് ചെയ്യാനൊന്നും അറിയില്ല. അവർക്ക് ഫേസ്ബുക്ക് തുറക്കാൻ ആ കിതാബിനെ തുറന്നിട്ടുണ്ടാവില്ല. എനിക്കറിയില്ല കേട്ടോ, എൻ്റെ പേരിൽ ഒരുപാട് ഫേസ്ബുക്ക് നമ്മളെ സുഹൃത്തുക്കളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഞാനിത് ഇതുവരെ തുറന്നു നോക്കിയേ ഒരു പോസ്റ്റ് ഇടേ ഞാൻ അതിലൊന്നും നിന്നിട്ടില്ല. എനിക്കറിയാം അതിൽ കിട്ടാനൊന്നും വലിയ സംഗമം ഉണ്ടാവില്ല. പിന്നെ അതിൻ്റെ പുറത്ത് ഏതെങ്കിലും നല്ല കിതാബ് എന്തെങ്കിലും നോക്കി കിതാബ് ഇത് മുത്താല ചെയ്ത് അത് കിട്ടൂലേ? എന്തിനാ ഈ ചവറൊക്കെ വായിച്ച് നമ്മുടെ തല കേടാക്കുന്നത്? പോകാറില്ല. പക്ഷെ നമ്മുടെ ഉസ്താദുമാർക്കത് അറിയില്ല പോലില്ല പഠിച്ചോനെ. അതുകൊണ്ട് അയ്യുൽ ഇസ്ലാമി അഫ്ളൽ, ഇസ്ലാമിലെ ഏറ്റവും ശ്രേഷ്ഠമായ ജോലി എന്താണ് ഏറ്റവും ശ്രേഷ്ഠമായത്? മൻ സലിമൽ മുസ്ലിമൂൻ, എല്ലാ മുസ്ലിമീങ്ങൾക്കും രക്ഷ വേണം. നിന്റെ നാവിൽ നിന്ന്, നിന്റെ കയ്യിൽ നിന്ന്, നിന്റെ കൈവിരലിൽ നിന്ന്, നിന്റെ കരുത്തിൽ നിന്ന് രക്ഷ വേണം. ഇതില്ലേ എൻ്റെ കാര്യം പോക്കാം തന്നെ അർത്ഥം. അതുകൊണ്ട് നന്നാവണമെങ്കിൽ നന്നാവാൻ പറ്റിയ സമയമാണ്, റജബ് മാസമാണ്. അല്ലാഹുവേ നീ സലാമത്ത് നൽകണേ തമ്പുരാനെ. സുഇല റസൂലുള്ളാഹ്,
ഹബീബായ നബി തങ്ങളോട് നഷ്ടപ്പെട്ടതിനെ വീണ്ടെടുക്കാൻ ഇനി സമയമില്ല എന്ന ചിന്തയിൽ ഇനി ഇതാ ഏറ്റവും നല്ല കർമ്മങ്ങൾ എടുത്ത് മുന്നേറണം, ഇനി ഒരു നഷ്ടം സഹിക്കാൻ ഇനി പറ്റില്ല. അതുകൊണ്ട് ഓരോരോ വിഷയങ്ങളിലും ഹബീബിനോട് സ്വഹാബിമാർ ഏറ്റവും നല്ലതേതാ നബിയേ, ഏറ്റവും നല്ലതേതാണ്. അങ്ങനെ കുറച്ച് ഹദീസുകളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇതിൽ ഓരോന്നിലും നമുക്ക് ജീവിതത്തിലേക്ക് എടുക്കാൻ പറ്റുന്നൊക്കെ എടുക്കട്ടോ. നിസ്കാരത്തിന്റെ വിഷയത്തിൽ റവാ ജാബിർ റളിയല്ലാഹു അൻഹു, ഉഹദിലെ ഷഹീദായ നേരത്തെ പറഞ്ഞ സുഹാബി അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ഹറാം എന്നവരുടെ മോൻ ജാബിർ തങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീസാണ്. സുഇല റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യനബിയോട് ചോദിക്കപ്പെട്ടു, അയ്യുസ്സലാത്തി അഫ്ളലു, നബിയേ ഏത് നിസ്കാരമാണ് ഏറ്റവും ശ്രേഷ്ഠമായത്? നമ്മൾ സുന്നത്ത് ഫർള് നിസ്കാരത്തെ സംബന്ധിച്ച് പറയേണ്ടതില്ല. സുന്നത്ത് നിസ്കാരങ്ങൾ ഫർളിൽ ഏറ്റവും നല്ല ഫർള് ഏതാ? സുന്നത്തിൽ ഏറ്റവും നല്ല സുന്നത്ത് ഏതാ? ഖാല തൂലുൽ ഖുനൂത്ത്. ഖുനൂത്ത് എന്ന് പറഞ്ഞാൽ ഹൃദയ സാന്നിധ്യത്തോടുകൂടെ അല്ലാഹുവിനെ പേടിച്ചു നിൽക്കുന്ന നൃത്തമാണ് തൂലുൽ ഖുനൂത്ത്. അള്ളാഹുവിനെ പേടിച്ച് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ദീർഘമായ ഖുർആൻ ഓതുന്ന റക്അത്തുകൾ ഏതാണോ, ദീർഘമായ നിസ്കാരങ്ങൾ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് മനസ്സാന്നിധ്യം വേണം. ഇമാം അങ്ങനെ ഓതുന്നുണ്ട്, ഇപ്പുറത്തെ മഅ്മൂം എവിടേക്കോ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടൊരു കാര്യമില്ല. ഇമാമിന് കിട്ടും, ഇമാമിൻ്റെ ഖുശൂ ഉണ്ടെങ്കിൽ, മഅ്മൂമിന് ഒന്നും കിട്ടൂല. വെറുതെ അങ്ങനെ ഒരു രസത്തിന് അങ്ങനെ ആയിപ്പോണ്ട. ചിലർ റമളാൻ മാസമൊക്കെ വരുമ്പോൾ ചിലർ ഡയലോഗ് അതാ പറയല്, നിങ്ങൾ ഈ അലന്തര കൈഫൊക്കെ ഓതിയിട്ട് ഇങ്ങനെ പെട്ടെന്ന് നിസ്കരിക്കാൻ കാട്ടും നല്ലത്. ഞങ്ങളിപ്പോൾ 4-8 റക്അത്ത് ഞങ്ങൾ എന്ത് ചെയ്യുക, വളരെ ദീർഘിച്ച് നല്ല ഒരു അരമണിക്കൂറിലൊക്കെ നിസ്കരിക്കണില്ലേ, നിങ്ങൾ 10 മിനിറ്റ് തീർക്കണില്ലേ, അതിനേക്കാളും നല്ലത് തന്നെയല്ലേ. ന്യായങ്ങൾ പറയുമ്പോൾ അതൊരു നല്ല ന്യായം എന്ന് തോന്നുമെങ്കിലും ഫഅന്നി അലാ ദാലിക ബികസറത്തി സുജൂദ്, 4 മദ്ഹബിന്റെ ഇമാമിങ്ങളുടെയും അഭിപ്രായം തറാവിഹി 20 ആണെന്ന്. അതിൽ ഒരുപാട് സുജൂദുകൾ വർദ്ധിക്കുന്നുണ്ട്. പിന്നെ മുറിച്ച് കുറച്ച് ആയത്തുകൾ ഓതുന്നതിനേക്കാളും അഫ്ളല് നമ്മുടെ ഇമാമിയങ്ങൾ പഠിപ്പിച്ചത് പൂർണ്ണമായ സൂറത്ത് ഓതാൻ. ചെറിയ സൂറത്താണെങ്കിലും ഇത് പറയണത് ചെറിയ സൂറത്ത് മാത്രം ഓതിപ്പോണം എന്നല്ല പറയണത്, അത് ഓതുന്നതിനെ ചെറുതായി കാണരുത്. അൽബക്കറിൽ 10 ആയത്ത് ഓതി ഇശാൻസ്കരിക്കാളും ഖൈറും അതിനേക്കാളും പ്രതിഫലവും ഏതെങ്കിലും ചെറിയ സൂറത്ത് മുഴുവൻ ഓതിയിട്ട് പോകല. ഖുൽ ഹുവല്ലാഹു അഹദാണ്, ഇന്ന അഅ്തൈനാക്കൽ കൗസറാണ്, അതിന് മഹത്വമുണ്ട്. അപ്പോൾ ഞങ്ങൾ ദീർഘമായി നിൽക്കുന്നു, നിങ്ങൾ പെട്ടെന്ന് തീർക്കല്ലേ എന്നൊക്കെ പറയുമ്പോൾ കസറത്തു സുജൂദ് എന്ന് പറയുന്നൊരു ഭാഗം 20 സുജൂദുകളുടെ എണ്ണം കൂടുതലാണ്. അത് ഇമാമിയങ്ങൾ പഠിപ്പിച്ച അവരുടെ മദ്ഹബും അവർ കണ്ടെത്തിയ ഹദീസിന്റെ മസ്അലയും അങ്ങനെയാണ്. അതിനൊന്നും ഓവർടേക്ക് ചെയ്യാൻ മാത്രമൊന്നും ഒരു ശുജായിപ്പ് ആയിട്ടില്ല. ഇമാം ഷാഫി തങ്ങളെയൊക്കെ മറികടന്നിട്ട് ഇമാം ഷാഫി തങ്ങൾ കിട്ടാത്ത ഹദീസ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. മാ കാന റസൂലുള്ളാഹി യസീദു ഫി റമളാന വലാ ഫി ഗൈരിഹി അലാ 11 റക്അ എന്നും പറയേണ്ടതൊക്കെ ഇമാമിങ്ങൾ ചർച്ച ചെയ്ത ഹദീസാണ്. അതിനർത്ഥവും ആയിഷ ബീവി റളിയല്ലാഹു അൻഹ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കാൻ ഇടയുള്ളത് എന്നും ഒക്കെ ഇമാമിങ്ങൾ പറഞ്ഞിട്ടാണ് ഇത് 20 എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ആ 20ന്റെ കൂലിയാണ്. കാരണം അത് ഒരുപാട് മിനിമം 20 റക്അത്തിൽ 40 സുജൂദ് കിട്ടൂലേ. കഅബ് ബിൻ മാലിക് റബീഅത്ത് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനോട് നബി തങ്ങൾ പറഞ്ഞ മറുപടി ഫഅന്നി അലാ ദാലിക ബികസറത്തി സുജൂദ്, നബി തങ്ങളുടെ കൂടെ സ്വർഗ്ഗത്തിൽ ഇരിക്കാൻ ആഗ്രഹമുണ്ട് നബിയെ എന്ന് പറഞ്ഞപ്പോൾ മഹാനവറുകളോട് നബി തങ്ങൾ പറഞ്ഞ എന്താ, സുജൂദ് വർദ്ധിപ്പിച്ചുകൊണ്ട് നിങ്ങൾ എന്നെ സഹായിക്കണം ഇതിൽ എന്ന് നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ഇതേ 20 റക്അത്ത് നമ്മൾ തറാവീഹ് നിസ്കരിക്കാൻ, അത് ദീർഘമായ സൂറത്തുകൾ ഓതിയിട്ട് ഒരുപാട് നേരം അല്ലാഹുവിനെ കുറിച്ച് ഓർത്തുകൊണ്ട് നിങ്ങൾ നിസ്കരിക്കാൻ, അത് ഏറ്റവും അഫ്ളലാണ്. അതുകൊണ്ട് നിസ്കാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് തൂലുൽ ഖുനൂത്ത്. അത് ഖുനൂത്ത് കുറെ ഓതുക എന്നല്ല ഇതിനർത്ഥം കേട്ടോ. നിസ്കാരത്തിന്റെ ഖുശൂ വർദ്ധിക്കുന്ന നിസ്കാരം, ദീർഘനേരം അല്ലാഹുവിനെ കുറിച്ച് ഓർത്ത് നിസ്കരിക്കുന്നത്. അന്ന് അടിമകളുള്ള കാലം. അപ്പോൾ അബൂദർ റളിയല്ലാഹുവിന്റെ പൈസക്കാരനാണ്. മഹാനവർ ചോദിച്ചു, നബിയെ അടിമകളെ മോചിപ്പിക്കുമ്പോൾ അയ്യുർ റിഖാബി അഫ്ളലു, നബിയെ അടിമകളിൽ ഏറ്റവും നല്ല അടിമ ഏതാണ്, അഫ്ളലായത് ഏതാണ്? അഗ്ലാഹാ സമനൻ വഅൻഫസുഹാ ഇൻദ അഹ്ലിഹാ, ഏറ്റവും നല്ല വിലയുള്ളത്, നല്ല വിലപിടിപ്പുള്ളത്. ഉദുഹിയ്യത്തിന് കന്നുകാലികൾ നോക്കുമ്പോൾ നല്ല ചന്തമുള്ള, ഭംഗിയുള്ള, ആരോഗ്യമുള്ള, നല്ല വിലയുള്ളത്, അതിന് കൂലി വേറെയാണ്. പെരുന്നാൾ നിസ്കാരത്തിന് വരുമ്പോഴേ നമ്മുടെ വസ്ത്രങ്ങളിൽ ഏറ്റവും വിലപിടിപ്പുള്ള വസ്ത്രമാണ് ധരിക്കേണ്ടതെന്നാണ് നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ വസ്ത്രങ്ങളിൽ വിലപിടിപ്പുള്ള വസ്ത്രം. അപ്പോൾ അവിടെ വെള്ള വസ്ത്രം നബിക്ക് ഇഷ്ടമാണ്. പക്ഷേ നിങ്ങൾക്ക് വിലപിടിപ്പുള്ളത് അതിലും വേറെയുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെരുന്നാൾ നിസ്കാരത്തിന് പോകുമ്പോൾ അതാണ് കൂലി എന്നാണ്. സുബ്ഹാൻ. ഇനി വൈറ്റനെ നല്ല വിലപിടിപ്പുള്ളത് നിങ്ങൾ അൽഹംദുലില്ലാ മാഷാ അല്ലാഹ് നിഅമ വദാക്. ഓരോന്നിനും ഓരോ ശ്രേഷ്ഠതകളുണ്ട്. സ്വതക്കയെ സംബന്ധിച്ച് ചോദിച്ചു അബൂബക്കർ, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, ഖാല റജുലുൻ ലിന്നബി, പുണ്യനബിയോട് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾ വന്ന് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ തിരുദൂതരെ, അയ്യു സ്വദഖതി അഫ്ളലു,
ദാനധർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണ്? അപ്പൊ പറഞ്ഞു അൻത തസദ്ദഖ വ അൻത സഹീഹുൻ ശഹീഹുൻ തർജുൽ ഗിനാ വ തഖ്ശൽ ഫഖർ. നിങ്ങൾ ദാനധർമ്മം ചെയ്യുമ്പോഴേ ആരോഗ്യമുള്ള ഒരു പ്രായം നിങ്ങൾക്കുണ്ടാകുമ്പോ, ഷഹീഹുൻ കയ്യിലെ പൈസ കൊടുത്താൽ തീരുമോ? ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, വീട് വെച്ചിട്ടില്ല, ഒരുപാട് ആവശ്യങ്ങൾ മുമ്പിലുണ്ട്, ആരോഗ്യമുണ്ട്, ഇനിയും ജീവിതമുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്ന അവസ്ഥ, അതിന് ആരോഗ്യമുള്ളത് പറയാൻ കാരണം. ഷഹീഹുൻ ക്യാൻസറായിട്ട് പിടിച്ച് കിടക്കല്ല, ഐസിയുവിൽ കിടക്കല്ല. ഒരു പക്ഷേ എനിക്ക് ആയുസ്സുള്ള കുറച്ചിട്ടുണ്ടെങ്കിലും അറിയില്ലല്ലോ. നിങ്ങൾക്ക് ആരോഗ്യമുണ്ട്, കയ്യിലെ കാശുകൊണ്ട് ദീനിനോ മുതഅല്ലിമീങ്ങൾക്കോ മസ്ജിദിനോ മദ്രസക്കോ കൊടുത്താൽ തീർന്നു പോകുമല്ലോ എന്ന് നിങ്ങൾ പിശുക്ക് കാണിക്കുന്ന ഒരു സമയം, തർജുൽ ഗിനാ കയ്യിൽ കാശുണ്ടാവണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാലം, വതഖ്ശൽ ഫഖറ കയ്യിന്നത് പോയാൽ ദാരിദ്ര്യം വരുമല്ലോ എന്ന് നിങ്ങൾ പേടിക്കുന്ന ഒരു സമയത്ത് നിങ്ങൾ കൊടുക്കുന്ന ദാനമാണ് ദാനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത്. ഇങ്ങനെ ആകെ കുറച്ച് പൈസയുള്ളൂ, സക്രാത്തൊക്കെ എത്തിയിട്ടൊന്നുമില്ല, ഇനിയും ഒരുപാട് കാലം ജീവിക്കണം, ആഗ്രഹമുണ്ട്, കഴിയുന്നൊക്കെ തോന്നുന്നുണ്ട്, വയസ്സ് കുറച്ചല്ലേ ആയുള്ളൂ, എന്നാൽ കയ്യിൽ കാശ് കുറവാണ്, പിശുക്കാൻ തോന്നുന്നുണ്ട്, പൈസ ഇനിയും വേണമെന്ന ആഗ്രഹമുണ്ട്, കൊടുത്താൽ ദാരിദ്ര്യം വരുമോ എന്ന് പേടിക്കുന്നു. അതിൽ നിന്ന് നിങ്ങൾ കൊടുക്കുന്നതിന് അല്ലാഹു വലിയ പ്രതിഫലം നൽകും. അതുകൊണ്ടാണ് സബഖ ദിർഹമുൻ അൽഫ ദിർഹമിൻ, ഒരു ദിർഹമിന് 1000 ദിർഹം കൊടുത്തതിനേക്കാളും അല്ലാഹു കൂലി കൊടുക്കും. 1000 ദിർഹം കൊടുത്ത ആള് 10,000 കണക്കിൽ നിന്നായിരിക്കും 1000 കൊടുത്തിട്ടുണ്ടാവുക. ഒരു ദിർഹം കൊടുത്ത ആള് 2 ദിർഹം ഉണ്ടായിരിക്കെ അതിൽ നിന്ന് ഒന്നാണ് കൊടുത്തത്. അതുകൊണ്ട് അല്ലാഹു 1000 ദിർഹമിന്റെ മുമ്പിലാണ് ഈ മനുഷ്യന്റെ ഒരു ദിർഹമിനെ കൊണ്ടുപോയി വെച്ചത്. അല്ലാഹുൽ മുഖദ്ദിമു വൽ മുഅഖിർ, അല്ലാഹുവാണ് നന്മകളെ മുന്തിക്കുന്നവനും പിന്തിക്കുന്നവനും. അതുകൊണ്ട് നന്മകളിൽ ഏറ്റവും നല്ല നന്മ, സ്വതക്കകളിൽ ഏറ്റവും നല്ല സ്വതക്ക. സാമ്പത്തിക പ്രയാസമുണ്ടാകുമ്പോൾ, ആരോഗ്യമുള്ള സമയം, മുമ്പിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, മക്കളെ കെട്ടിക്കാനുണ്ട്, അതുണ്ട് ഇതുണ്ട് ഒക്കെ ഉണ്ട്, എന്നിട്ട് നമ്മൾ എടുത്തു കൊടുക്കുന്നതാണ്. അങ്ങനെ പോയി ബക്കറ്റ് ബിൽ വന്നപ്പോൾ ആരെയും കൊടുത്തോ? അങ്ങനത്തെ അവസ്ഥ ഒന്നും ഇല്ലെങ്കിൽ അഫ്ളലായ സ്വതക്കന്റെ കൂലി കിട്ടും. അഫ്ളലായ സ്വതക്കന്റെ കൂലി അത് ചിലപ്പോൾ കുറച്ചാളുകൾക്ക് അതിന് ഈ സദസ്സിൽ ഭാഗ്യം കിട്ടിയിട്ടുണ്ടാവും. എൻ്റെ അടുത്ത് ഒന്നുമില്ല റബ്ബേ, എന്നാലിപ്പോൾ ചാലിമ്യങ്ങൾ ദീൻ്റെ പരിപാടിയല്ലേ, എനിക്കൊന്നും ഇപ്പോൾ എപ്പോഴും ഇവിടെ ഒന്നും കൊടുക്കാനൊന്നും കഴിയില്ലല്ലോ, ഇങ്ങനെ വരുമ്പോഴല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ ആലോചിച്ച് കൊടുത്താൽ മാഷാ അല്ലാഹ്, അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. എന്നിട്ട് നിങ്ങൾ പറഞ്ഞു വലാ തമഹൽ വലാ തുംഹിൽ, വെറുതെ കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോകല്ലേ. ഹത്താ ഇദാ ബലഗത്തിൽ ഹുൽഖൂം, ആയുസ് അല്ലാഹു ചുരുക്കുകയും റൂഹ് തൊണ്ടക്കുഴയിൽ വന്ന് നിൽക്കുകയും ചെയ്യുമ്പോൾ ഖുൽത, നിങ്ങൾ പറയും ലിഫുലാനിൻ കദാ, പള്ളിക്കിത്ര, വലിഫുലാനിൻ കദാ, അമ്മായിക്കിത്ര കൊടുക്കിൻ, മൂത്താപ്പാക്കിത്ര, വഖദ് കാന ലിഫുലാനിൻ, റൂഹ് തൊണ്ടക്കുഴിയിലെത്തിയാൽ പിന്നെ അല്ലാഹ് സ്വതക്ക സ്വീകരിക്കുന്നില്ല. നിങ്ങളുടെ സമ്പത്ത് പിന്നെ മറ്റൊരാളുടേതായി മാറിക്കഴിഞ്ഞു, അത് പിന്നെ നിങ്ങളുടേതല്ല, നിങ്ങളുടെ അനന്തരാവകാശികളുടേതാണ്. എന്നിട്ട് പിന്നെ അവിടെ കൊടുക്കും ഇവിടെ കൊടുക്കും, അങ്ങനെ കാത്തിരിക്കേണ്ട, നേരത്തെ ചെയ്തോളൂ, അവസരം നഷ്ടപ്പെടുമോ എന്നറിയില്ല. ഇസ്ലാമാണ് ഇങ്ങനെ പറയാ. എങ്ങനെ? ബാക്കി എല്ലാ ഇസങ്ങളും നിങ്ങൾ BBA പഠിക്കുന്നുണ്ടാവും, ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, നിങ്ങൾ BCom പഠിക്കുന്നുണ്ടാവും, MCom പഠിക്കുന്നുണ്ടാവും, ഇതൊക്കെ എക്കണോമിക്സ് പഠിക്കുന്നുണ്ടാവും. എങ്ങനെ പൈസ ഉണ്ടാക്കാന്നാ പഠിപ്പിക്കുക മെയിനായിട്ട്. ഇത് ചെലവാക്കൽ എങ്ങനെയാന്ന് അവർക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, അതവർ പറയൂല. ഇസ്ലാം ദീൻ പറയും ഈ സമ്പത്ത് അല്ലാഹ് തന്നതാ. വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, നമ്മൾ കൊടുത്തതിൽ നിന്ന് ചെലവഴിക്കുന്നവരാണ്. ഇത് അല്ലാഹ് എനിക്ക് തന്നതാണ് എന്ന് തോന്നുന്നത് ഒരു മുഅ്മിനിനെ തോന്നുള്ളൂ. അതുകൊണ്ടാണ് മുസ്ലിമീങ്ങൾ ഇങ്ങനെ ദാനം ചെയ്യുന്നത്. നമ്മുടെ പള്ളി മദ്രസൊക്കെ അങ്ങനെയല്ലേ, ഗവൺമെന്റ് ഫണ്ട് കൊണ്ടല്ലോ ഇതൊന്നും ഉണ്ടാക്കുന്നത്. നമ്മുടെ മുഅ്മിനീങ്ങളായ സഹോദരങ്ങൾ, എത്രയോ ഉമ്മമാരുടെ വളകൾ, മാലകൾ, സ്വർണ്ണാഭരണങ്ങൾ, ഇതൊക്കെയാണ് നമ്മുടെ പള്ളി മദ്രസും ഈ സ്ഥാപനങ്ങളൊക്കെ അല്ലേ. അൽഹംദുലില്ലാഹ്, അല്ലാഹു ഇതൊക്കെ സ്വീകരിക്കട്ടെ. കാരണം ഈ വഅലിന്റെ കൂടെ പിരിവും കൂടെ ചെയ്താൽ ഇതൊക്കെ നടക്കുള്ളൂ. അത് വേണം. അത് പിരിവ് കാര്യങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചെറുതായി കാണാൻ പാടില്ല. അതിപ്പോൾ എല്ലാവരും പിന്നെമാര് വെറും വേദറിഞ്ഞു പോയാൽ വല്ല കെട്ടിടം ഉണ്ടാക്കാൻ പറ്റും, ഇവിടെ പള്ളി കമ്മിറ്റി കൊടുത്ത പൈസ ഉണ്ടാക്കുക. അപ്പോൾ അത് വേണം, അതൊരു അനിവാര്യതയാണ്. അത് പറ്റുന്ന ഉസ്താദന്മാരെന്ത് ചെയ്യും? വേദം പറഞ്ഞുതരും, ഒരു നന്നായിട്ട് സ്വതക്കയും നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കും. അൽഹംദുലില്ലാഹ്, അതിനൊക്കെ അവർക്കുള്ള കൂലി കൊടുക്കും, അവരുടെ നിയ്യത്തിനനുസരിച്ച്. അല്ലാഹു സ്വീകരിക്കട്ടെ.
അള്ളാഹു സ്വീകരിക്കട്ടെ. വലിയ തൗഫീഖാണ്. ഇതൊക്കെ നമ്മുടെ സാധാരണക്കാരുടെയും നമ്മുടെ പ്രവാസികളുടെയും ഒക്കെ നിഅമത്തിന്റെ ഭാഗമാണ്. ദിക്റിനെ സംബന്ധിച്ച് നബിയോട് ചോദിച്ചു അബൂദർ റളിയല്ലാഹു അൻഹു, അയ്യുൽ കലാമി അഫ്ളലു നബിയേ, അല്ലാഹുവിന് വേണ്ടി ചൊല്ലുന്ന വചനങ്ങളിൽ ഏറ്റവും നല്ല ദിക്ർ എന്താണ് നബിയേ? മസ്തഫല്ലാഹു ലിമലായികതിഹി വലിഇബാദിഹി, അല്ലാഹുവിന്റെ പടപ്പുകൾക്കും അല്ലാഹുവിന്റെ മലക്കുകൾക്കും അല്ലാഹു തിരഞ്ഞെടുത്തു കൊടുത്ത ഒരു ദിക്റുണ്ട്. അതുതന്നെ സുബ്ഹാനല്ലാഹി വബിഹംദിഹി. റവാഹു മുസ്ലിം. ഇമാം മുസ്ലിം എന്നവർ ഉദ്ധരിച്ച ഹദീസാണ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അതൊരു ദിക്റാണ്. പിന്നെ സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് അങ്ങനെയുണ്ട്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി, അല്ലാഹുവേ ഒരു ന്യൂനതയും ഒരു കുറവുമില്ലാത്തവനല്ലയോ റബ്ബേ ഞങ്ങളുടെ രക്ഷിതാവായ നീ. സുബ്ഹാനല്ലാഹ്. ഞങ്ങൾക്ക് ഉറക്കം വരും റബ്ബേ, നിനക്ക് ഉറക്കമില്ല. ഞങ്ങൾക്ക് ക്ഷീണം വരും റബ്ബേ, നിനക്ക് ക്ഷീണം ബാധിക്കൂല. ലാ തഅഖുദുഹു സിനതുൻ വലാ നൗം, ഉറക്കമോ തൂങ്ങിയുറക്കമോ അല്ലാഹുവിനെ ബാധിക്കൂല. നോ സ്ലീപ് നോ സ്ലംബർ വിൽ ഓവർടേക്ക് ഹിം. അല്ലാഹുവിന് തൂങ്ങിയുറക്കം വരൂല, ഉറക്കം വരൂല. യാ അല്ലാഹ് സുബ്ഹാനക, നീ പരിശുദ്ധനാണ് റബ്ബേ. ഞങ്ങൾക്ക് അസുഖം വരും, നീരിറക്കം പിടിക്കും, ജലദോഷം വരും, പനി വരും, അസുഖങ്ങൾ വരും റബ്ബേ, നിനക്കത് വരുന്നില്ലല്ലോ റബ്ബേ, നീക്ക് ഒരു ന്യൂനതയും ഇല്ലാത്തവനാണ്. അല്ലാഹുവേ ഞങ്ങൾക്ക് പ്രായാധിക്യം വരും, ക്ഷീണം വരും, തളർച്ച വരും, മരണം വരെ സംഭവിക്കും. സുബ്ഹാനല്ലാഹ്, എൻ്റെ റബ്ബിന് മരണമില്ലല്ലോ. ഇതൊക്കെയാണ് സുബ്ഹാനല്ലാഹ് പറയുന്ന അർത്ഥം. നീ പരിശുദ്ധനാണ് റബ്ബേ, ഞങ്ങൾക്ക് ന്യൂനതകളുണ്ട്, നിനക്ക് ന്യൂനതയില്ല റബ്ബേ. റുക്കൂയിൽ പോകുമ്പോൾ എന്താ പറയാ? സുബ്ഹാന റബ്ബിയൽ അദീം. സുജൂദിൽ പോകുമ്പോൾ സുബ്ഹാന റബ്ബിയൽ അഅല. നമ്മൾ എവിടൊക്കെ താന്നൊടുക്കുന്നുണ്ടോ അവിടൊക്കെ നമ്മൾ സുബ്ഹാനല്ലാഹ് പറയും. അല്ലാഹുവേ നിനക്ക് ഈ താഴ്ചയൊന്നും ഇല്ല റബ്ബേ, ഞങ്ങൾ താന്നിട്ടാണ്, നീ പരിശുദ്ധനാണ്. നീ നമ്മളെങ്ങാനും മേലോട്ടുള്ള കുന്നും കയറുകയാണെങ്കിൽ അവിടെ പറയേണ്ടത് അല്ലാഹു അക്ബർ എന്നാ. ഇപ്പോൾ ബസ്സോ കാറോ കുന്ന് കയറി ഇങ്ങനെ മേലോട്ട് പോവുക, അപ്പോൾ അല്ലാഹു അക്ബർ ചൊല്ല സുന്നത്താ. ലൽത്താഫങ്ങൾ ചെല്ലല്ലേ?